നമസ്തേ, ജനം ഡിബേറ്റിലേക്ക് സ്വാഗതം. പഹൽഗാമിൽ നിരായുധരായ 26 പേരെ മതം ചോദിച്ച് മനസ്സിലാക്കിയ ശേഷം ഹിന്ദുക്കളെയും കലിമ ചൊല്ലാൻ അറിയാത്തവരെയും വെടിവെച്ച് കൊന്നവരെ സ്വാതന്ത്ര്യ സമര പോരാളികൾ എന്ന് വിശേഷിപ്പിച്ച് പാക് ഉപപ്രധാനമന്ത്രി ഇഷാഖ് ദാർ. ഭീകരാക്രമണത്തിൽ പാകിസ്ഥാൻ്റെ പങ്കെന്താണെന്ന് ചോദിക്കുന്നവർക്കുള്ള മറുപടിയാണ് ഇഷാഖിൻ്റെ പരാമർശം. 3 പതിറ്റാണ്ടുകളായി ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയാണെന്ന് തുറന്നു പറഞ്ഞ് പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് പഹൽഗാം കൂട്ടക്കൊലയിലെ ഹമാസിൻ്റെ പങ്ക് വെളിപ്പെടുത്തി ഇസ്രയേൽ അംബാസിഡർ. ജലയുദ്ധം ആരംഭിച്ച ഭാരതം ഇന്ന് ബന്ദിപ്പോരയിൽ ലഷ്കർ ഭീകരൻ അൽതാഫ് ലല്ലിയെ വധിച്ചു. വിനോദസഞ്ചാരികളെ വെടിയുതിർത്തു കൊന്ന കശ്മീരികളായ ലഷ്കർ തീവ്രവാദി ആസിഫ് ഷെയ്ഖിൻ്റെയും ആദിൽ ഹുസൈൻ്റെയും വീടുകൾ ഭരണകൂടം തകർത്തു. എല്ലാ പാകിസ്ഥാൻ പൗരന്മാരെയും കണ്ടെത്തി നാട് കടത്തണമെന്ന് അമിത്ഷാ മുഖ്യമന്ത്രിമാരോട് ആവശ്യപ്പെട്ടു. ഭീകരവാദികൾക്ക് അവർ സങ്കല്പിക്കാത്ത ശിക്ഷ നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇതൊക്കെയാണെങ്കിലും ദിൽ മാംഗേ മോർ, അതുക്കും മേലെ അതിനപ്പുറമുള്ള തിരിച്ചടിയാണ് ഓരോ ഭാരതീയനും പ്രതീക്ഷിക്കുന്നത്. പാകിസ്ഥാനായി ഭാരതം കരുതി വച്ചിരിക്കുന്നത് എന്താണ്? നമുക്ക് പരിശോധിക്കാം. കരസേന മുൻ ഉപമേധാവി മേജർ ജനറൽ ശരത് ചന്ദ്, മേജർ രവി, ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ RV ബാബു, വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ്, കോൺഗ്രസ് വക്താവ് അഡ്വക്കേറ്റ് സേനാപതി വേണു, സാമൂഹ്യ നിരീക്ഷകൻ ശ്രീജിത്ത് പണിക്ക എന്നിവർ പങ്കെടുക്കുന്ന എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പ്രേക്ഷകരെയും. ഞാൻ ആദ്യം ശ്രീ ശരത് ചന്ദിൽ നിന്ന് ഈ സംവാദം ആരംഭിക്കുകയാണ്. പഹൽഗാം ഭീകര ആക്രമണം അഴിച്ചുവിട്ടവരെ പിടിക്കാൻ നമ്മുടെ സൈന്യം ഊർജിതമായ തെരച്ചിൽ തുടരുകയാണ്. താഴ്വരയിൽ അതിർത്തിയിൽ ഇന്നലെ രാത്രിയും ഇന്നുമായി ശക്തമായ വെടിവെപ്പ് നടന്നിട്ടുണ്ട്. ബന്ദിപ്പോരയിൽ ലഷ്കർ ഭീകരൻ അൽതാഫ് ലല്ലിയെ വധിച്ചിട്ടുണ്ട്. ഓരോ ഭാരതീയനും അറിയാൻ ആഗ്രഹിക്കുന്നത് ഈ കൊലയാളികളെ ജീവനോടെ പിടികൂടുമോ എന്നാണ്. സർജിക്കൽ സ്ട്രൈക്ക് ഉണ്ടാകുമോ എന്ന് പലരും ചോദിക്കുന്നു. പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ ഇത് ഭാരതത്തിൻ്റെ ആത്മാവിനേറ്റ മുറിവാണ്. മുറിവുണക്കാൻ എന്ത് ചെയ്യും? എന്താണ് താങ്കളുടെ പ്രതീക്ഷ? ഇന്നലത്തെ പ്രധാനമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ്, ബീഹാറിൽ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ രാഷ്ട്രത്തിന്റെ മൂഡാണ്, നമ്മുടെ രാഷ്ട്രത്തിന്റെ ഒരു ഫീലിങ്സ് ആണ് അദ്ദേഹം അവിടെ പബ്ലിക്കിനോട് പറഞ്ഞത്. ഇതിന് മറുപടി ചോദിക്കുകയും പകരം വീട്ടുകയും ചെയ്യണം എന്നുള്ളൊരു ആവശ്യം എല്ലാ ഭാരതീയരുടെയുമാണ്. അപ്പൊ അതിന് വേണ്ടത് നമ്മുടെ ഗവൺമെന്റ് ചെയ്യുമെന്നുള്ളതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. പക്ഷേ അത് ഏത് രീതിയിലായിരിക്കും എന്ന് തീരുമാനിക്കേണ്ടത് നമ്മുടെ ലീഡർഷിപ്പിനാണ്. നമ്മൾക്ക് TV ഡിബേറ്റ്സിൽ കൂടെ ആയാലും പബ്ലിക് സെന്റിമെന്റ്സിൽ കൂടെ ആയാലും പ്രിന്റ് മീഡിയയിൽ കൂടെ ആയാലും ഒപ്പീനിയൻസ് പറയുന്നത് ആവശ്യത്തിനുള്ള ഇൻപുട്സ് ഇല്ലാതെയാണ്. നമ്മളുടെ പ്രധാനമന്ത്രി ബീഹാറിൽ പല കാര്യങ്ങളും പറഞ്ഞെങ്കിലും പറയാത്ത ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട്. പറയാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഇന്റലിജൻസ് ഏജൻസീസും എക്സ്റ്റേണൽ ഏജൻസീസും അദ്ദേഹത്തിന് നൽകുന്നുണ്ട്. നമ്മുടെ ഡിഫൻസ് ഫോഴ്സസും നൽകുന്നുണ്ട്. ഇതെല്ലാം കൂടെ കണക്കിലെടുത്താണ് അവര് ഒരു കോഴ്സ് ഓഫ് ആക്ഷൻ ചെയ്യാൻ പോകുന്നത്. ഇമ്മീഡിയറ്റ് ആക്ഷൻ എന്തു തന്നെയായാൽ തന്നെ ഈ ക്രൂരകൃത്യം ചെയ്ത മിലിറ്റൻസിനെ ട്രാക്ക് ചെയ്ത് അവരെ നശിപ്പിക്കണമെന്നുള്ളതാണ് ഏറ്റവും ടാക്ടിക്കൽ ലെവൽ, ഏറ്റവും ലോവസ്റ്റ് ലെവലുള്ള റിക്വയർമെന്റ്. അത് നമ്മൾ കണ്ടു കഴിഞ്ഞു. ബാന്ദിപ്പൂരില് ഒരു മിലിറ്റന്റിനെ വധിച്ചു. ഇൻഫിൽട്രേഷൻ, ബാരമുള്ളയിൽ കൂടെ ഇൻഫിൽട്രേഷൻ വന്ന് 2 പേരെ വധിച്ചു. അവരുടെ ആയുധങ്ങൾ പിടിച്ചെടുത്തു. ഒരു എൻകൗണ്ടർ ഉധംപൂരിലുണ്ടായി. അങ്ങനെ ഓപ്പറേഷൻസ് തീർച്ചയായിട്ടും വർദ്ധിച്ചിരിക്കുകയാണ്. നമ്മളുടെ ട്രൂപ്സ് കാശ്മീർ വാലിയിലും ജമ്മുവിലും വളരെ ജാഗ്രതയോടുകൂടിയാണ്, ബോർഡർ ഏരിയാസിൽ വളരെ ജാഗ്രതയോടുകൂടിയാണ്. ഇനി അടുത്ത മിലിറ്ററി സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അത് ഏത് ഫോമിലായിരിക്കും മിലിറ്ററി ത്രെറ്റ് എന്നുള്ളത് നമുക്ക് ഇപ്പോഴും ഈ സമയത്ത് പറയാൻ പറ്റില്ല.
അത് ഏതെങ്കിലും ഒരു ഏരിയ ക്യാപ്ചർ ചെയ്യുന്നതാണോ, അതോ ബാലക്കോട്ട് കണ്ടതുപോലെ മിലിറ്റൻസിനെതിരായിട്ടുള്ള ഒരു എയർ റെയ്ഡ് ആയിരിക്കുമോ, അതോ പാകിസ്ഥാൻ മിലിറ്ററിക്ക് എതിരായിട്ടുള്ള എന്തെങ്കിലും എയർ റെയ്ഡ് ആയാലും ആർട്ടിലറി ഷെൽ ആയാലും അതിൽ കവിഞ്ഞ് വല്ലതും ആയിരിക്കുമോ, അതോ ഒരു നേവൽ ബ്ലോക്കേഡ് ആയിരിക്കുമോ, അതോ നമ്മുടെ സപ്പോർട്ടോടുകൂടി പാകിസ്ഥാൻ അകത്ത് എന്തെങ്കിലും ഒരു സബട്ടാജ് നടത്തിയോ അല്ലെങ്കിൽ ഒരു കോവേർട്ട് ഓപ്പറേഷൻ നടത്തിയോ, ഇങ്ങനെ പല രൂപങ്ങളും ആ മിലിറ്ററി റെസ്പോൺസിൽ വരാം. അത് ഏത് രൂപം എടുക്കുമെന്നും എപ്പോൾ സാധിക്കുമെന്നും എങ്ങനെ സാധിക്കുമെന്നും നമുക്കിപ്പോ പറയാൻ പറ്റില്ല. ഉദാഹരണം നമ്മുടെ യുക്രൈൻ വാർ തന്നെയാണ്. ഞാൻ തന്നെ ഇവരുടെ റഷ്യയുടെയും യുക്രൈന്റെയും കേപ്പബിലിറ്റി കണ്ടുകൊണ്ട് അന്ന് പ്രെഡിക്റ്റ് ചെയ്താണ് യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ ഏതാനും ദിവസങ്ങളല്ലേ ഏതാനും ആഴ്ചകൾ നേരിടാനുള്ള കേപ്പബിലിറ്റിയെ യുക്രൈൻ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ 3 വർഷം കഴിഞ്ഞിട്ടും അമേരിക്കൻ പ്രസിഡന്റ് 48 മണിക്കൂറിനകം തീർത്തു തരാമെന്ന് വാഗ്ദാനം കൊടുത്തിട്ടും ഇപ്പോഴും യുദ്ധം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് എപ്പോൾ തുടങ്ങുമെന്നും എന്ന് അവസാനിക്കുമെന്നും എങ്ങനെ അവസാനിക്കുമെന്നും നമുക്ക് പറയാൻ കഴിയില്ല. അപ്പൊ ഇതിന്റെ വരുംവഴാദികളും എല്ലാം പഠിച്ചതിന് ശേഷം നമ്മളുടെ റിസ്ക് എസ്കലേഷൻ ലാഡറിനെ പറ്റിയിട്ട് കാര്യമായിട്ട് ആലോചിച്ചതിന് ശേഷമായിരിക്കും നമ്മുടെ പൊളിറ്റിക്കൽ ആൻഡ് മിലിറ്ററി ലീഡർഷിപ്പ് ഒരു തീരുമാനമെടുക്കുക. നമ്മൾക്ക് ഉള്ളൊരു പോസിറ്റീവ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഗവൺമെന്റ് 10-11 വർഷം കൊണ്ട് പവറിലാണ്. ഇത്രയും എഫിഷ്യന്റ് ആയിട്ടൊരു പ്രൈം മിനിസ്റ്റർ ഇന്ത്യക്ക് ഉണ്ടായിട്ടില്ല. ഇത്രയും അറിവുള്ളതും ഇത്രയും ഇന്റർനാഷണൽ ഇൻഫ്ലുവൻസ് ഉള്ള ഒരു പ്രൈം മിനിസ്റ്റർ ഇന്ത്യക്ക് ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിന്റെ ഗ്രാസ്പിംഗ് പവറും വളരെ ശ്രദ്ധേയമാണ്. അതുകൊണ്ട് അവരും അദ്ദേഹത്തിന്റെ ക്യാബിനറ്റ് കൊലീഗ്സും മിലിറ്ററി ലീഡർഷിപ്പും എടുക്കുന്ന തീരുമാനം എന്തു തന്നെയായാലും നല്ലത് തന്നെയായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ മിലിറ്ററി ഓപ്പറേഷൻ ആണ് അടുത്ത സിസ്റ്റം. പിന്നെ എക്കണോമിക് സിസ്റ്റം, ഡിപ്ലോമാറ്റിക് സ്റ്റെപ്സും ഒക്കെ കുറെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതും ഇതിന്റെ കൂടെ തന്നെ ഉണ്ടാവും. അതെങ്ങനെ എന്നാവുമെന്നും ഇനി നമുക്ക് വെയിറ്റ് ചെയ്ത് കാണേണ്ടിയിരിക്കുന്നു. ജലയുദ്ധം ആരംഭിച്ചിട്ടുണ്ട്. സിന്ധു നദീജല ആ ട്രീറ്റി, ആ കരാർ അത് റദ്ദാക്കിയിട്ടുണ്ടല്ലോ. ഇന്നിപ്പം മന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ കൂടിയാലോചന നടന്നു. അത് ഇംപ്ലിമെൻ്റ് ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ ലഭിച്ച വിവരമാണ് അത്. ശ്രീ ശരചന്ദ്, പ്രത്യാക്രമണം താങ്ങാനുള്ള കരുത്ത് പാകിസ്ഥാനുണ്ടോ? പാകിസ്ഥാന് നമ്മളുടെ ഒരു ആക്രമണം തടയാനുള്ള കരുത്തില്ലെന്ന് നമ്മൾ വിശ്വസിക്കുന്നത് തെറ്റാണ്. കാരണം അവർക്കും ഒരു സ്റ്റാൻഡിങ് ആർമി ഉണ്ട്, വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ആർമിയാണ്. അവരെ അവർക്ക് കേപ്പബിലിറ്റി ഇല്ലെന്ന് വിചാരിച്ച് നമുക്ക് അറ്റാക്ക് ചെയ്യാൻ പാടില്ല. ഒരു നല്ല രാജ്യത്തിന്, നമ്മൾ ഒരു രാജ്യമായിട്ട് നമ്മൾ ഒരു യുദ്ധത്തിന് പോവുകയാണെങ്കിൽ നെവർ അണ്ടർ എസ്റ്റിമേറ്റ് യുവർ എനിമി. അവരുടെ കേപ്പബിലിറ്റി റിയലിസ്റ്റിക് ആയിട്ട് അസസ് ചെയ്തിട്ട് അവരെങ്ങനെ റെസ്പോണ്ട് ചെയ്യുമെന്നും അവർക്ക് എവിടം വരെ പോകാമെന്നും നമ്മൾ എത്ര വരെ എന്തൊക്കെ ചെയ്ത് അവരെ പരാജയപ്പെടുത്താൻ കഴിയുമെന്നും ആലോചിച്ച് വേണം നമ്മൾ മുമ്പോട്ട് പോകാൻ. അവർക്ക് പ്രതിരോധ ശക്തി ഇല്ലെന്നും അവര് നമ്മളെ തടുത്തു നിൽക്കാൻ പറ്റില്ലെന്നുമുള്ള വിചാരം തീർത്തും തെറ്റാണ്. പിന്നെ ഒരു കാര്യം നിങ്ങൾ പറഞ്ഞത് നമ്മുടെ ഇൻഡസ് വാട്ടർ ട്രീറ്റിയെ പറ്റിയിട്ടാണ്. 1960 ട്രീറ്റി അത് 2 യുദ്ധങ്ങൾ അല്ലെ കാർഗിൽ യുദ്ധം കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ആ യുദ്ധത്തിന്റെ ഉണ്ടായിട്ടും ലാസ്റ്റ്ലി അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാണ്. എന്നാൽ ചെറിയ ചെറിയ ചേഞ്ചസ് ഉണ്ടായിട്ടെങ്കിൽ തന്നെ അത് ആ ട്രീറ്റി ഇതുവരെ റദ്ദാക്കിയിട്ടില്ല. ഇപ്പോൾ നമ്മൾ സസ്പെൻഡ് ചെയ്തെന്ന് വിചാരിച്ച് നാളെ മുതൽ അവർക്ക് വെള്ളം കൊടുക്കാതിരിക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. കാരണം വെള്ളം സ്റ്റോപ്പ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി 1 വർഷം കൊണ്ടോ 5 വർഷം കൊണ്ടോ നിർത്താൻ പറ്റുന്നതല്ല. പക്ഷേ നമ്മൾ ഇങ്ങനൊരു കമ്മിറ്റ്മെന്റ് അവർക്ക് നിങ്ങൾക്ക് വെള്ളം തരാം എന്നുള്ള ഒരു കമ്മിറ്റ്മെന്റ് ആണ് ഈ ഇൻഡസ് വാട്ടർ ട്രീറ്റി പറയുന്നത്. എന്തു തന്നെ ആയാൽ തന്നെയും ജേലം, ഇൻഡസ് ആൻഡ് ചേനാബ് ഈ 3 നദികളിലെ വെള്ളം മുഴുവൻ
നമ്മളുടെ അഗ്രികൾച്ചറിന്റെ നമ്മുടെ ലോക്കൽ ഉപയോഗം കഴിഞ്ഞിട്ടുള്ള വെള്ളം മുഴുവൻ നിങ്ങൾക്ക് തന്നെ തരാം എന്നുള്ളൊരു കരാറാണ്. അത് അവർക്ക് കൊടുത്തിരിക്കുന്ന ഒരു വാഗ്ദാനമാണ്. ആ വാഗ്ദാനം നിലനിൽക്കുന്നിടത്തോളം കാര്യം അവരുടെ അഗ്രികൾച്ചറും അവരുടെ ഡ്രിങ്കിങ് വാട്ടർ റിക്വയർമെന്റും കിട്ടും എന്നുള്ളൊരു ബോധ്യം അവിടുത്തെ ജനതയ്ക്കും അവിടുത്തെ ലീഡർഷിപ്പിനും ഉണ്ട്. പക്ഷേ ഇത് നമ്മൾ സസ്പെൻഡ് ചെയ്തത് കൊണ്ട് ആ ഒരു വാഗ്ദാനമാണ് നമ്മൾ പിൻവലിച്ചിരിക്കുന്നത്. വെള്ളം പിൻവലിക്കാനും വെള്ളം നിർത്താനായിട്ടും കുറെ സമയമെടുക്കും. അത് ഒരു നദിയെ മൊത്തം തിരിച്ചു ഈ പർവ്വതനിരയെ കൂടെ തിരിച്ചു വിടാൻ എളുപ്പമുള്ള കാര്യമല്ല. ഒരു ഡാം ഉണ്ടാക്കാൻ തന്നെ ഒരുപാട് വർഷങ്ങൾ എടുക്കും. അപ്പൊ ഒരു ഡാം കൊണ്ട് മാത്രം മാറ്റാൻ പറ്റുന്നതുമല്ല. ഒന്ന്. രണ്ടാമത്തെന്ന് പറയുന്നത് മോൺസൂൺ സീസണിൽ എന്തായാലും വെള്ളം അവർ കിട്ടിക്കൊണ്ടിരിക്കും. പ്രശ്നം ഡ്രൈ സീസണിലാണ്. വെള്ളം കുറഞ്ഞിരിക്കുന്ന സമയത്ത് ആ വെള്ളത്തിന്റെ ക്വാണ്ടിറ്റി നമ്മൾ കുറെ കൂടെ കുറച്ചു കഴിഞ്ഞാൽ അവരുടെ ഈ പഞ്ചാബും തെക്കോട്ടുള്ള സിന്ധ് ഏരിയാസ് മൊത്തം ഡ്രൈ ആവും. അപ്പൊ അവരെ അഗ്രികൾച്ചറിന് മാത്രമല്ല അവരുടെ ഡ്രിങ്കിങ് വാട്ടർ റിക്വയർമെന്റിനും ബാധിക്കും. അപ്പൊ അതുകൊണ്ട് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഈ 3 യുദ്ധങ്ങൾ തരണം ചെയ്ത ഈ അഗ്രിമെന്റ് നമ്മൾ സസ്പെൻഡ് ചെയ്യുന്നെന്ന് പറയുന്നത് ഒരു വളരെ വലിയ സ്റ്റേറ്റ്മെന്റ് ആണ്, ഒരു വളരെ വലിയ ത്രെറ്റാണ്. അത് നടന്നാലും ഇല്ലെങ്കിലും അല്ലെ എങ്ങനെ എന്നത്തേക്ക് പൂർണ്ണമായി നടത്താൻ പറ്റുമെന്ന് അറിയില്ലെങ്കിൽ തന്നെയും പാകിസ്ഥാനീസിന് ബോധ്യമുണ്ട് ഇപ്പോഴുടനെ നടത്താൻ പറ്റുന്നതല്ലെന്ന്. അവർക്ക് അവരുടെ മനസ്സിൽ ഇതും കണ്ടേക്കും. ചിലപ്പോൾ നമ്മളിത് ഒരു ത്രെറ്റായിട്ട് പറഞ്ഞേക്കാണ്. പക്ഷേ എന്നാൽ നമ്മൾ സസ്പെൻഡ് ചെയ്ത സ്ഥിതിക്ക് ഇതൊരു മേജർ വാർണിംഗ് ആണ്. പാകിസ്ഥാൻ ലീഡർഷിപ്പിനെ ഇത് കാര്യമായിട്ട് തന്നെ എടുക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, ഡോക്ടർ മോഹൻ വർഗീസ്, ഒരു വർഷത്തിനിടെ ഒട്ടേറെ തവണ ഹമാസ് പ്രവർത്തകർ പാക് അധിനിവേശ കാശ്മീരും പാകിസ്ഥാനും സന്ദർശിച്ചു. ബഹവാൽപൂരിൽ ജെയ്ഷെ മുഹമ്മദിൻ്റെ ആസ്ഥാനത്ത് ഹമാസ് സംഘം എത്തി. മാത്രമല്ല, കഴിഞ്ഞ മാസം പാക് കരസേന മേധാവി ഉദ്ഘാടനം ചെയ്ത സൈനിക കേന്ദ്രത്തിലും ഹമാസ് പ്രവർത്തകരുടെ സാന്നിധ്യമുണ്ട് എന്നൊക്കെയാണ് ഇസ്രയേൽ അംബാസഡർ ഇന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഒരു ജോയിൻ്റ് ഓപ്പറേഷൻ ആയിരിക്കുമോ ഇത്? തീർച്ചയായും ഹമാസിൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റ് പാകിസ്ഥാനിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ പുതിയൊരു ഡെവലപ്മെൻറ്റാണ്. കഴിഞ്ഞ 2 ദിവസം മുൻപ് വരെ അങ്ങനെ ഒരു സൂചന ഒരിക്കലും നേരത്തെ കാര്യമായി ഇന്ത്യ ഒരു പരിഭവമായി ഉന്നയിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ഈ ആക്രമണം നടന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ, ഈ പഹൽഗാം ആക്രമണം നടന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഈ ഇസ്രയേലിൽ നിന്നും മൊസാദിൻ്റെ ഏജൻസ് ന്യൂഡൽഹിയിലെത്തി എന്ന വിവരമാണ് കിട്ടുന്നത്. അവരുമായി ആശയവിനിമയം നടത്തി വ്യക്തമായ അവരത് ട്രാക്ക് ചെയ്യുന്നുണ്ട്. ഹമാസിൻ്റെ നേതാവിൻ്റെ ഒരു ഉന്നത നേതാവിൻ്റെ ശാരീരിക സാന്നിധ്യം നേരത്തെ ഈ സൂചിപ്പിച്ച ഈ ജയ്ഷെ മുഹമ്മദിൻ്റെ ഒരു ട്രെയിനിങ് ക്യാമ്പിൽ ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, അദ്ദേഹം പല നേതാക്കളെയും കണ്ടു എന്നാണ്. അതുകൊണ്ട് പാകിസ്ഥാൻ ആർമിയും ഇന്റർ സർവീസ് ഇന്റലിജൻസും ടെറർ ഔട്ട്ഫിറ്റ് ജയ്ഷെ മുഹമ്മദ് മാത്രമല്ല, ഇപ്പോൾ ഈ ഭീകരാക്രമണം നടത്തിയിരിക്കുന്ന ജയ്ഷെ മുഹമ്മദിൻ്റെ ലഷ്കർ ഇ തൊയ്ബയുടെ ഉൾപ്പെടെ നേതാക്കന്മാരുമായി ഹമാസിന് ബന്ധമുണ്ട് എന്ന് വേണം കരുതാൻ. അതുമാത്രമല്ല, ഹമാസ് ഉപയോഗിച്ച ഒരു രീതിശാസ്ത്രമുണ്ട്. ഈ ഒക്ടോബർ 7, 2023 ഹമാസ് ഇസ്രായേലിന് നേരെ നടത്തിയ ആക്രമണത്തിൽ സെലക്ട് ചെയ്ത ടാർഗറ്റ് എന്ന് പറയുന്നത് സമാനമായ ഒരു ടാർഗറ്റാണ്. അപ്രതീക്ഷിതമായ ഒരു ജനക്കൂട്ടം ഉത്സാഹലഹരിയിലായിരുന്നു. ഒരു സംഗീത ദിശ നടക്കുന്ന സമയത്താണ് അവിടെ കടന്നു കയറി ചുറ്റുപാടുമുള്ള 1200 പേരെയാണ് അവർ വധിക്കുന്നത്. അതേ രീതിയിൽ തന്നെ അവർ എങ്ങനെ വധിച്ചോ പോയിന്റ് ബ്ലാങ്ക് ആയിട്ട് വെടിവെക്കുകയാണ് പലരും ചെയ്തത്. അപ്പോൾ അവരുടെ ഐഡന്റിറ്റി നോക്കി അവർ ചെയ്തതാണ്. ഏതാണ്ട് അതേ മാർഗത്തിൽ തന്നെയാണ് അവിടെയും പഹൽഗാം ആക്രമണത്തിലും അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിശാസ്ത്രം എന്ന് പറയുന്നത്, അത് മാത്രമല്ല അവർ ഈ ബോഡി ക്യാം ഉപയോഗിച്ചുകൊണ്ട് ഇതെല്ലാം തന്നെ ഷൂട്ട് ചെയ്യുന്ന ഒരു രീതി. അത് മാത്രമല്ല, ഈ ആയുധ ഉപയോഗത്തിൻ്റെ രീതി ഉൾപ്പെടെ പരിശോധിക്കുമ്പോൾ ഈ ഹമാസിൻ്റെ ഉൾപ്പെടെയുള്ള നേരിട്ടുള്ള ഇൻവോൾവ്മെൻ്റ് അല്ല എങ്കിൽ പോലും ട്രെയിനിങ് എന്ന് പറയുന്നത് ഒരു കളക്റ്റീവ് ഗ്ലോബൽ വെഞ്ചർ, ഗ്ലോബൽ നെറ്റ്വർക്ക് ഓഫ് ടെററിൻ്റെ ഭാഗമായി പശ്ചിമ ഏഷ്യയിലുള്ള ടെറർ ഔട്ട്ഫിറ്റുകളും പാകിസ്ഥാനിലുള്ള ടെറർ ഔട്ട്ഫിറ്റുകളും ഇന്ത്യക്കെതിരെ യോജിക്കുന്നു എന്ന ഒരു സൂചനയാണ് അവിടെ വരുന്നത്. ഇതത്ര നിസ്സാരമായി തള്ളിക്കളയാവുന്ന ഒരു കാര്യമല്ല. കാരണം ഇന്ത്യക്ക് തീർച്ചയായും ഇസ്രായേലുമായി വലിയ തോതിലുള്ള ഒരു സൈനിക സഹകരണം മാത്രമല്ല, ലോജിസ്റ്റിക്കൽ അതുപോലെ തന്നെ ഇൻഫർമേഷൻ ഷെയറിംഗ് സഹകരണത്തിനുള്ള വലിയ സാധ്യതയാണ് ഉള്ളത്. പലപ്പോഴും ഇന്ത്യ അഭിമുഖീകരിക്കുന്ന ത്രട്ട് പലപ്പോഴും ഇസ്രായേലിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗമായ മൊസാദാണ് കണ്ടെത്തി ഇന്ത്യയെ അറിയിക്കുന്നത്. അതുകൊണ്ട് വലിയ തോതിലുള്ള സഹകരണം
ഷെയറിംഗ് ഓഫ് ഇന്റലിജൻസ്, അമേരിക്കയുടെ CIA കണ്ടെത്തുന്ന ഇൻഫർമേഷൻ ആകട്ടെ, ഇസ്രായേലിന്റെ മൊസാദ് കണ്ടെത്തുന്നതായിക്കൊള്ളട്ടെ, മറ്റു പല അറബ് ഏജൻസികൾ കണ്ടെത്തുന്നതായിക്കൊള്ളട്ടെ, ഇവരെല്ലാം തന്നെ അനുഭവിക്കുന്ന ഭീകരത ഏതാണ്ട് ഒരേ സോഴ്സിൽ നിന്നാണ്. ആ നെറ്റ്വർക്ക് ഒന്ന് തന്നെയാണ്. മിക്കവാറും എല്ലാ രാജ്യങ്ങളും തന്നെ മറുവശത്തും തീവ്രവാദികൾ ഒരു വശത്തും നിൽക്കുകയാണ്. അതിനെ എയ്ഡ് ചെയ്യുന്ന ചില രാഷ്ട്രങ്ങളുണ്ട്, ഈ ഫെയിൽഡ് സ്റ്റേറ്റുകൾ ചിലതൊക്കെ ഉണ്ട്. അതിൽ ഒരു ഫെയിൽഡ് സ്റ്റേറ്റായി ഭീകരതയെ എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു പരാജിത രാഷ്ട്രമായി പാകിസ്ഥാൻ മാറിയിരിക്കുന്നു എന്നാണ് കരുതുന്നത്. അതുകൊണ്ടാണ് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയുടെ മുമ്പിൽ പാകിസ്ഥാന് മുൻപുള്ള ഒരു വില ഇപ്പോഴില്ല എന്ന് കാണാം. കഴിഞ്ഞ ഒരു 10-20 വർഷത്തിന് മുൻപ് പാകിസ്ഥാൻ അമേരിക്കയുടെ നിർലോഭമായ സഹകരണം ലഭിച്ചിരുന്നു, ചൈനയുടെ വലിയ സഹകരണം ലഭിച്ചിരുന്നു. ഇപ്പോഴും ചൈനയുടെ സഹകരണം ഇപ്പോഴും അവർ പ്രതീക്ഷിക്കുന്നുണ്ട് ന്യായമായി. എന്നാൽ പാശ്ചാത്യ ലോകത്തിൻ്റെ മുഴുവൻ ശ്രദ്ധയും പാകിസ്ഥാനിൽ നിന്ന് മാറി അവരൊരിക്കലും നന്നാവില്ല എന്ന ഒരു ചിന്തയാണ്. അതുകൊണ്ടാണ് ഭാരതത്തിന് കിട്ടുന്ന ഗുഡ്വിൽ അത് പ്രധാനമായും ഭാരതം ഉപയോഗപ്പെടുത്തിയ ഒന്നാന്തരം നയതന്ത്ര നീക്കങ്ങളാണ്. കഴിഞ്ഞ ഒരു 48 മണിക്കൂർ അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു 3 ദിവസമായി നടന്ന നയതന്ത്ര നീക്കങ്ങൾ എംബസിയിലേക്ക് അല്ലെങ്കിൽ സൗത്ത് ബ്ലോക്കിലേക്ക്, വിദേശകാര്യ മന്ത്രാലയം സ്ഥിതി ചെയ്യുന്ന സൗത്ത് ബ്ലോക്കിലേക്ക് നേതാക്കളെ വിളിക്കുകയാണ്. അതായത് ഈ ഇന്ത്യയിൽ ഉള്ള വിദേശ രാജ്യങ്ങളുടെ അംബാസഡേഴ്സ്, ഹൈക്കമ്മീഷണേഴ്സ് അല്ലെങ്കിൽ അവരുടെ പ്രതിനിധികൾ, അവരെ വിളിച്ച് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയും വിദേശകാര്യമന്ത്രി ജയശങ്കറും ഒക്കെ കാര്യങ്ങൾ വിശദീകരിക്കുകയാണ്. കാരണം ഇന്ത്യക്ക് ഒന്നും മറച്ചു വെക്കാനില്ല. പാകിസ്ഥാന്റെ തെളിവ് നേരത്തെ ശ്രീ അനിൽ സൂചിപ്പിച്ചതുപോലെ പാകിസ്ഥാന്റെ വിദേശകാര്യമന്ത്രി ഇന്ന് നടത്തിയ ഒരു ഓപ്പൺ അഡ്മിഷൻ, ഇവര് തീവ്രവാദികളല്ല, അവർ ഫ്രീഡം ഫൈറ്റേഴ്സ് ആണ്. ഈ പറയുന്ന ദി റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന് പറയുന്നവർ തീവ്രവാദികളല്ല, അവര് ഫ്രീഡം ഫൈറ്റേഴ്സ് ആണ്. കാശ്മീരിന്റെ മോചനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഫ്രീഡം ഫൈറ്റേഴ്സ് ആണ്. എന്ത് വർത്തമാനാണത്? അപ്പൊ അത് ഒരു നാണവുമില്ലാതെ വിദേശകാര്യമന്ത്രി പറയുകയാണ്. അത് മാത്രമല്ല, ഒരു പടി കൂടി കടത്തി പാകിസ്ഥാന്റെ തന്നെ ഡിഫൻസ് മിനിസ്റ്റർ പറഞ്ഞത് എന്താണ്? ഒരു അഭിമുഖ വേളയിൽ പറഞ്ഞത് എന്താണ്? ഈ പറയുന്ന തീവ്രവാദികളെ എത്രയോ കാലമായി 3 പതിറ്റാണ്ടായിട്ടെങ്കിലും ഞങ്ങൾ അവരെ സ്വീകരിക്കുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. പലപ്പോഴും വിദേശ രാജ്യങ്ങളുടെ ഇടപെടൽ മൂലമാണ് ഞങ്ങൾ അവരെ സഹായിക്കേണ്ട അവസ്ഥ വന്നത് എന്ന് ഒരു കുറ്റസമ്മതം പോലെ പറയുകയാണ്. ഇതിൽ പരം എന്താണ് തെളിവ് വേണ്ടത്? നമ്മൾ തെളിവ് കൊണ്ടുവരൂ, തെളിവ്. ശ്രീ അനിൽ, ലോകരാജ്യങ്ങൾ പലപ്പോഴും പറയും ഒരു ഭീകരാക്രമണം ഉണ്ടാകുമ്പോൾ ലോകരാജ്യങ്ങൾ പലപ്പോഴും പറയും വരൂ, കൊണ്ടുവരൂ തെളിവ്. എവിടെ തെളിവ്? തെളിവെന്ന് പറയുന്നത് പാകിസ്ഥാന്റെ ഭരണവർഗത്തിന്റെ ഭാഗത്ത് നിന്ന് തെളിവ് വരികയാണ്. ഒന്നൊന്നായി തെളിവുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. വിദേശകാര്യമന്ത്രിയും അതുപോലെ ഡിഫൻസ് മിനിസ്റ്ററും പറഞ്ഞാൽ പോരെ, മറ്റാരാണ് പറയേണ്ടത്? അതിന് പുറമെയാണ് സൈനിക തലവൻ കഴിഞ്ഞ ആഴ്ച ഭീകരാക്രമണം നടക്കുന്നതിന് ഒരാഴ്ച മുമ്പ് പരസ്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് കാശ്മീർ ഞങ്ങളുടെ തലയാണ്, ഞങ്ങൾക്കത് വേണം, ഞങ്ങളുടെ ജീവനാഡിയാണ്, ജുഗുലാർ വെയിനാണത്, അത് ഞങ്ങൾ എടുക്കുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അത് മാത്രമല്ല, പാകിസ്ഥാൻ സൈനിക തലവന്റെ ശാരീരിക സാന്നിധ്യം ഉണ്ടായി തീവ്രവാദ ട്രെയിനിങ് ക്യാമ്പുകൾ, പാകിസ്ഥാൻ ആർമിയും ISIയും ഒരുക്കിയ തീവ്രവാദികളെ നിരന്തരം അത് തടുത്തു കൂട്ടിവെക്കുന്ന ക്യാമ്പുകളിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടായി എന്ന് പറയുമ്പോൾ, മുൻപൊക്കെ ഒരു മറയൊക്കെ ഉണ്ടായിരുന്നു ശ്രീ അനിൽ, ഇപ്പോൾ യാതൊരു മറയുമില്ലാതെ ഒരു നാണവുമില്ലാതെ പാകിസ്ഥാന്റെ റെസ്പോൺസിബിളായ സൈനിക മേധാവി കടന്നു വരുന്നു. അദ്ദേഹം പറയുകയാണ് കാശ്മീർ ഞങ്ങൾ ഇങ്ങെടുക്കും, കാശ്മീരിലെ ജനങ്ങൾ ഒരു മോചനം ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾ അധിക കാലം കാത്തു നിൽക്കേണ്ടി വരില്ല, അതുകൊണ്ട് ഇതാ ഞങ്ങൾ എത്തുന്നു. പക്ഷെ അതേ കാശ്മീരുകൾ കഴിഞ്ഞ ദിവസം ബന്ദ് നടത്തി എന്താണ് ലോകത്തോടായി വിളിച്ചു പറഞ്ഞത്? പാകിസ്ഥാൻ മുർദാബാദ് എന്ന മുദ്രാവാക്യമാണ് അവർ മുഴക്കിയെന്ന് ഓർക്കണം. അതുകൊണ്ട് ആ ഒരു കാര്യം നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് ശ്രീ അനിൽ ഇവിടെ നടക്കുന്നത്? കാശ്മീർകാർക്ക് പാകിസ്ഥാനെ വേണ്ട, അവരുടെ ജീവിത ഉപാധിയാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന വിനോദസഞ്ചാരം. അവർ കുതിരക്കാര്, റിക്ഷാവാലാസ്, ടാക്സി ഡ്രൈവേഴ്സ്, ഈ ഹൗസ് ബോട്ടുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന ദാൽ ലേക്കിൽ കൂടി ഓടുന്ന പായ് വഞ്ചികൾ, ഇതെല്ലാം ഓൺ ചെയ്യുന്ന ആളുകളാണ്. ഹോം സ്റ്റേ നടത്തുന്നവരുണ്ട്, ഹോട്ടലുകൾ നടത്തുന്നവരുണ്ട്, ഈ കരകൗശല വസ്തുക്കൾ വിൽക്കുന്നവരുണ്ട്. അവരുടെ ജീവിതമൊക്കെ കഴിഞ്ഞ 8-10 വർഷമായിട്ട്, പ്രത്യേകിച്ചും ഈ ആർട്ടിക്കിൾ 370 അബ്രോഗേറ്റ് ചെയ്തതിന് ശേഷം അവിടെ പൊതുവേ ഒരു സമാധാനം വന്നു, കേന്ദ്ര ഭരണത്തിലേക്ക് വന്നു, സമാധാനം വന്നു, ജനാധിപത്യ വ്യവസ്ഥിതി പുനഃസ്ഥാപിക്കപ്പെട്ടു. അവരുടെ അടുപ്പിലൊക്കെ തീ പുകഞ്ഞു തുടങ്ങി. ആ ഒരു കഞ്ഞിയിലാണ്, കാശ്മീർ ജനതയുടെ കഞ്ഞിയിലാണ് ലോഡ് കണക്കിന് മണ്ണ് വാരിയിട്ടിരിക്കുന്നത് പാകിസ്ഥാന്റെ ഭീകരന്മാർ. എന്നിട്ടാണ് പാകിസ്ഥാന്റെ മിലിറ്ററി ജനറൽ പറയുന്നത് അവർ ഫ്രീഡം ഫൈറ്റേഴ്സ് ആണ്, അവർ ഞങ്ങളുടെ തലയാണ് കാശ്മീർ, ഞങ്ങൾ ഇങ്ങ് എടുത്തുകളയും എന്നൊക്കെ പറയുന്നത്. ഇതിനൊക്കെ പുറമെയാണ്
യഥാർത്ഥത്തിൽ ഈ തീവ്രവാദ ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ അദ്ദേഹം പല ഇടത്തായിട്ട് പാകിസ്ഥാൻ്റെ, അത് പുതിയൊരു ഔട്ട്ഫിറ്റാണ്, അത് ഒരു ലഷ്കർ ഇ തോയ്ബയുടെ ഒരു ഡെപ്യൂട്ടി കമാൻഡന്റ് എന്ന് പറയുന്ന ആളാണ് കസൂരി. മിസ്റ്റർ കസൂരി ഓടി നടന്ന് പാകിസ്ഥാന്റെ വിവിധ ഭാഗങ്ങളിൽ തീവ്രവാദ റിക്രൂട്ട്മെന്റ് ക്യാമ്പുകൾ, അതിന്റെ ലിങ്കുകൾ ഇന്ത്യയിലേക്കും കൂടെ നീങ്ങി. ഇപ്പൊ 7 ഭീകരരാണല്ലോ ഈ ആക്രമണത്തിൽ പങ്കെടുത്തത്. അതിൽ 2 പേര് വ്യക്തമായ പാകിസ്ഥാൻ പൗരന്മാരാണ്. അവരുടെ പേര് വിവരം ഇന്ത്യ വെളിപ്പെടുത്തി. അത് മാത്രമല്ല അവരുടെ രേഖാചിത്രങ്ങൾ ഇന്ത്യ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയുടെ മുമ്പിൽ കൊടുത്തിരിക്കുകയാണ്. അത് മാത്രമല്ല 2 പേര്, ഒരാൾ ആ പറയുന്ന സ്വന്തം ജില്ലക്കാരൻ, ആ പ്രദേശത്ത് ആക്രമണം നടത്തിയ അതേ പ്രദേശത്തേക്കാരനാണ്, മറ്റൊരാൾ കുറച്ചുകൂടെ മാറിയുള്ള പുൽവാമ സ്വദേശിയാണ്. അവരുടെ ഐഡന്റിറ്റിയും അവരെല്ലാം പാകിസ്ഥാനിൽ പോയതും അവിടെ ട്രെയിനിങ് ലഭിച്ചതും തിരിച്ചെത്തിയതും മറവിലായിരുന്നതുമായ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഇന്ത്യ കളക്ട് ചെയ്തു. ആകെ ബാക്കിയുള്ളത് അവർ വലയിലാണ്. അവരെ പീർ പഞ്ചാൽ മലനിരകളിൽ ഒളിവിൽ കഴിയുന്നു. ആ ഒളിവ് ജീവിതം അധികം നീണ്ടു നിൽക്കില്ല എന്ന് ഉറപ്പുവരുത്താനുള്ള ചുമതല സൈന്യത്തിനും സുരക്ഷാ സേനയ്ക്കുമുണ്ട്. അതിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അതുകൊണ്ട് നോക്കൂ, യഥാർത്ഥത്തിൽ പാകിസ്ഥാന്റെ ഇൻവോൾവ്മെന്റ് തെളിവാണ് വേണ്ടതെങ്കിൽ ലോഡ് കണക്കിന് തെളിവാണ് ഇന്ത്യക്കുള്ളത്. ഇനി എന്തിനമാന്തിക്കുന്നു എന്നാണ് പലരും ചോദിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യയുടെ ആക്രമണത്തിന് സമയം വേണം, സാഹചര്യം വേണം. ആരും പ്രതീക്ഷിക്കാത്ത, പാകിസ്ഥാൻ പ്രതീക്ഷിക്കാത്ത, സൈന്യം പ്രതീക്ഷിക്കാത്ത സമയത്തും നേരത്തും രീതിയിലും ആക്രമണം ഉണ്ടാകും എന്ന രീതിയിലുള്ള റെസ്പോൺസാണ് ഭാരതത്തിന്റെ ഭാഗത്തു നിന്ന് വരുന്നതെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ശ്രീ ആർ വി ബാബു, നിരപരാധികളും നിസ്സഹായരുമായ വിനോദസഞ്ചാരികളെ കൊല്ലുന്നത് സ്വാതന്ത്ര്യ സമരം, മതത്തിൻ്റെ പേര് ചോദിച്ച ശേഷം ആ പാവങ്ങളെ പോയിന്റ് ബ്ലാങ്കിൽ നിർത്തി വെടിയുതിർത്തവർ സൂപ്പർ സ്റ്റാർ. പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രിയാണ് ഇന്ന് സ്വാതന്ത്ര്യസമര പോരാളികൾ എന്ന് വിശേഷിപ്പിച്ചത്. പാകിസ്ഥാൻ്റെ പങ്ക്, പഹൽഗാം ഇൻസിഡൻറ്റിൽ പാകിസ്ഥാൻ്റെ പങ്ക് തെളിഞ്ഞിട്ടും അത് പാകിസ്ഥാനിൽ അധികാരത്തിലിരിക്കുന്നവർ തന്നെ തുറന്ന് പറഞ്ഞിട്ടും നമ്മുടെ ഈ കേരളത്തിലിരിക്കുന്ന ഇടത് വലത് കക്ഷികൾ പാകിസ്ഥാൻ്റെ പേര് പോലും പരാമർശിക്കുന്നില്ല. നോക്കൂ, ഹമാസ് തീവ്രവാദികളെയും ഹമാസ് സ്വാതന്ത്ര്യ സമര പോരാളികൾ എന്ന രീതിയിലാണല്ലോ വിശേഷിപ്പിച്ചത്. ഇതൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ ഇപ്പോഴും പാകിസ്ഥാനോട് കൂറ് കാണിക്കുന്ന വലിയൊരു വിഭാഗം നമ്മുടെ നാട്ടിൽ തന്നെ ഇല്ലേ? തീർച്ചയായും അനിൽ നമ്പ്യാർ, നമ്മൾ പ്രസിദ്ധമായ ഒരു ചൊല്ല് കേട്ടിട്ടുണ്ടാവും. അതായത്, എൻ്റെ ശത്രുക്കളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം, ദൈവമേ എൻ്റെ മിത്രങ്ങളിൽ നിന്ന് എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട് ഒരു ചൊല്ലുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ ഉപ്പും ചോറും തിന്ന്, നമ്മുടെ രാജ്യത്തിൻ്റെ എല്ലാ സൗകര്യങ്ങളും അനുഭവിച്ച്, നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ എല്ലാ തരത്തിലുള്ള സ്വാതന്ത്ര്യവും അനുഭവിച്ച്, ഭരണഘടന നൽകുന്ന സംരക്ഷണവും വാങ്ങി ഇവിടെ ജീവിക്കുന്ന കുറച്ച് ആളുകൾ, അവർ ഈ കുറച്ച് കാലങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ വിലയിരുത്തുമ്പോൾ നമുക്ക് ഈ പുറത്തുള്ള ശത്രുക്കളെക്കാൾ നമ്മൾ ഭയപ്പെടേണ്ടത് അകത്തുള്ള നമ്മുടെ തന്നെ ചില ആളുകളാണ് എന്നുള്ളതാണ് വാസ്തവം. അതിൻ്റെ ഒട്ടനവധി ഉദാഹരണങ്ങൾ നമ്മുടെ കൺമുമ്പിലുണ്ട്. ഇപ്പോൾ പാകിസ്ഥാൻ തന്നെ സ്വയം ഈ അക്രമത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഈ ആക്രമിച്ച ആളുകൾ തന്നെ സ്വയം വന്ന് പറയുകയാണെന്നിരിക്കട്ടെ, ഞങ്ങൾ പാകിസ്ഥാൻ്റെ പ്രേരണയാൽ ഞങ്ങൾ കാശ്മീരിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയവരാണ്, ഹിന്ദുക്കളെ ഞങ്ങൾ തെരഞ്ഞുപിടിച്ച് കൊന്നതാണ് എന്ന് അവർ തന്നെ സ്വയം പ്രഖ്യാപിച്ചാൽ പോലും അതല്ല അത് മോഡി ഉണ്ടാക്കിയ ഒരു നാടകമാണ്, BJP സർക്കാർ ഉണ്ടാക്കിയ ഒരു നാടകമാണ്, ഇത് പുൽവാമയിൽ ഇതുപോലെ മുമ്പ് ചെയ്തിട്ടുണ്ട്, ഉറിയിൽ ഇതേപോലെ തെരഞ്ഞെടുപ്പ് വന്ന സമയത്ത് മോഡി സർക്കാർ ആസൂത്രണം ചെയ്ത ആക്രമണമാണ്. ഇത്തരത്തിലുള്ള അതിനിന്ദ്യമായ ആ പ്രചരണം ഇവർ നടത്തും. അതിൻ്റെ ഉദാഹരണങ്ങളാണ് ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ കണ്ടുവന്ന സോഷ്യൽ മീഡിയയിൽ. ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക സ്റ്റാൻഡ് അല്ലെങ്കിൽ ഒക്കെ വ്യത്യസ്തമായിരിക്കാം, പക്ഷെ കോൺഗ്രസിൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ നിന്ന് വരുന്ന വാർത്തകൾ, അത്തരം ആളുകൾ, UDFൻ്റെ പാർട്ട്നേഴ്സായിട്ടുള്ള ആളുകൾ, അവരുടെയൊക്കെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ വരുന്ന വാർത്തകൾ അല്ലെങ്കിൽ അവരുടെ പോസ്റ്റുകൾ കണ്ടാൽ എത്ര നിന്ദ്യമായ രാജ്യവിരുദ്ധമായ പ്രസ്താവനകളാണ്, എഴുത്തുകളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാവും. ആസൂത്രിതമായിട്ട് ഈ രാജ്യത്തിൻ്റെ തകർക്കാൻ ശ്രമിക്കുന്ന വിദേശ ശക്തികളുടെ അജണ്ടയ്ക്കനുസരിച്ച് അവർ പ്രവർത്തിക്കുകയാണ്. അവർക്ക് വേണ്ടിയാണ് ഇവർ ഈ പ്രവർത്തനം മുഴുവൻ നടത്തുന്നത് എന്ന് നമുക്ക് വ്യക്തമാകുന്ന തരത്തിലാണ്. ഇപ്പോൾ നോക്കൂ, ഇന്നലെ ഈ കഴിഞ്ഞ ദിവസമാണ് കാസർഗോഡ് ഈ മുസ്ലിം ലീഗിൻ്റെ ഒരു നേതാവ് ബഷീർ വെള്ളിക്കോത്ത് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സമിതി അംഗമാണ്, അവിടുത്തെ മണ്ഡലം പ്രസിഡന്റാണ്, വലിയ ഒരു പ്രഭാഷകനായിട്ട് നാട് മുഴുവൻ പ്രഭാഷണം നടത്തുന്ന ആളാണ്.
അയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നല്ലോ. അയാൾ എന്താ പറഞ്ഞത്? ഇത് നരേന്ദ്രമോദി ആസൂത്രണം ചെയ്ത ആക്രമണമാണ്. 26 നിരപരാധികളെ വിനോദസഞ്ചാരികളെ കൂട്ടക്കൊല ചെയ്തത് ഈ നരേന്ദ്രമോദിയുടെ ആസൂത്രണമാണ് എന്നായിരുന്നു. ഇത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് കണ്ടുകൊണ്ട് നടത്തിയിട്ടുള്ള ആക്രമണമാണ്, BJP RSS ആസൂത്രണം ചെയ്തതാണ്. അവിടെ ഹിന്ദു ഐക്യവേദിയുടെ ജില്ലാ പ്രസിഡന്റ് ഷാജി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പോലീസ് അയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്, അയാളെ അറസ്റ്റ് ചെയ്യുന്നു. ഇത്തരത്തില് കോൺഗ്രസിന്റെ നേതാവ് കണ്ണൂരിൽ പോസ്റ്റ് ഇടുന്നു. ഇങ്ങനെ നമ്മുടെ നാട്ടിൽ ഒട്ടനവധി ആളുകൾ ഈ തീവ്രവാദികൾക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ പിന്തുണ നൽകിക്കൊണ്ട് അവര് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായ പ്രചരണം നടത്തുന്നു. എഴുത്തുകാരുടെ കൂട്ടായ്മ. അതെ, ഞാൻ അതിലേക്കാണ് വരുന്നത്. എഴുത്ത് ഇപ്പോ സാഹിത്യകാരന്മാർക്ക് ഈ കാശ്മീരിൽ നടന്ന കലാപം അവർ കാണാത്തതല്ലല്ലോ. സാഹിത്യകാരന്മാര് മതം നോക്കി മതം തിരിച്ചു നിർത്തി മതം ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് ഹിന്ദുക്കളെ തെരഞ്ഞുപിടിച്ച് കൊല്ലുക. അതിനേക്കാൾ രസകരം, കൊല്ലപ്പെട്ട 26 പേരുടെ ഒരു ഫേക്ക് ലിസ്റ്റ് ഉണ്ടാക്കി. ആ 26 പേരിൽ 15 പേര് മുസ്ലിങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഫേക്ക് ലിസ്റ്റ് വ്യാപകമായി നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു സംഗതി കൊല്ലപ്പെട്ടവർ മുഴുവൻ ഹിന്ദുക്കളാണ് എന്നുള്ള വ്യാജ പ്രചരണമാണ്. 26 പേരിൽ 15 പേര് മുസ്ലിങ്ങളാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഫേക്ക് ലിസ്റ്റ് അവർ പ്രചരിപ്പിച്ചു. ഇതെല്ലാം നമ്മുടെ നാട്ടിൽ നടന്നു. ഇതെല്ലാം നടക്കുമ്പോഴാണ് നമ്മുടെ നാട്ടിൽ 400 പേര് ഉള്ള ഒരു വാട്സപ്പ് കൂട്ടായ്മയുണ്ട്, കേരളത്തിലെ എഴുത്തുകാരുടെ കൂട്ടായ്മ. കേരളത്തിലെ സകലമാന എഴുത്തുകാരുണ്ട് അതിനകത്ത്. ആ എഴുത്തുകാരുടെ കൂട്ടായ്മയിൽ ഒരു സഹദേവൻ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ, K സഹദേവൻ, അദ്ദേഹം ആ ഫേസ്ബുക്ക് മറ്റേ വാട്സപ്പ് കൂട്ടായ്മയിൽ എഴുതിയ അതിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ ശ്രീ അനിൽ നമ്പ്യാരൻ അയച്ചിട്ടുണ്ട്. അയാളുടെ വാദഗതിയും ഇത് തന്നെയാണ്. ബീഹാറിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മോഡി ഉണ്ടാക്കിയതാണ് എന്നാണ് ഈ പറഞ്ഞു വരുന്നത്. എത്ര നിന്ദ്യമായ ഇവരുടെയൊക്കെ മൈൻഡ് സെറ്റ് എന്താണ്? ഇവർ ഏത് തരത്തിലാണ് ചിന്തിക്കുന്നത്, ഏത് തരത്തിലാണ് പ്രവർത്തിക്കുന്നത്? അപ്പോ ഇത് ആസൂത്രിതമാണ്. ഈ മതഭീകരവാദത്തെ വെള്ളപൂശാൻ, മതഭീകരവാദികളെ മഹത്വവൽക്കരിക്കാനുള്ള ആസൂത്രിതമായ ശ്രമം. ജമാഅത്തെ ഇസ്ലാമിയുടെ ചാനൽ ഇത് തന്നെയാണ് ചെയ്യുന്നത്. ജമാഅത്തെ ഇസ്ലാമിയും കേരളത്തിലെ മതതീവ്രവാദ സംഘടനകളും അതേപോലെ ഭാരതത്തിലെ മറ്റു മതഭീകര പ്രസ്ഥാനങ്ങളും ചെയ്യുന്ന അതേ പ്രവൃത്തിയാണ് കേരളത്തിലെ ചില എഴുത്തുകാരും ചില സാംസ്കാരിക നായകന്മാരും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ ഞാൻ ഇന്ന് ശ്രീ രാമചന്ദ്രന്റെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത ഒരാളാണ്. അവിടെ അദ്ദേഹത്തിന്റെ മകളും അദ്ദേഹത്തിന്റെ ഭാര്യയും ഒക്കെ വളരെ അവരുടെ അവസ്ഥയൊക്കെ നമ്മൾ TV-യിലൂടെ ഒക്കെ കണ്ടു. എന്നെ വളരെയധികം വികാര നിർഭരമാക്കിയത് ആ രാമചന്ദ്രന്റെ ഭാര്യയും ആ ചേച്ചിയും ഷീല ചേച്ചിയും അതേപോലെ മകൾ ആതിരയും ഒക്കെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മകൾ വളരെ ബോൾഡായിട്ട് TV-കാരോട് പ്രതികരിച്ച ഒരു പെൺകുട്ടിയാണ്. ആ മകള് പറയുകയുണ്ടായി, കലിമ ചൊല്ലാൻ പറഞ്ഞു, അച്ഛന് കലിമ ചൊല്ലാൻ കഴിഞ്ഞില്ല, അച്ഛനെ വെടിവെച്ച് കൊന്നു. അത് പറയുമ്പോൾ നമ്മുടെ ചില ചാനലുകളിലെ വാർത്തകൾ, അതിന്റെ ഓൺലൈൻ വാർത്തകൾ, ചാനലുകളിലെ ഓൺലൈൻ വാർത്തകളിൽ കലിമ ചൊല്ലാൻ പറഞ്ഞു എന്നുള്ള വാർത്ത കാണില്ല നിങ്ങൾ. വീഡിയോയിൽ അവർ പറയുന്നു കലിമ ചൊല്ലാൻ പറഞ്ഞു, എന്നാൽ അച്ഛന് ചൊല്ലാൻ കഴിഞ്ഞില്ല, അച്ഛനെ വെടിവെച്ച് കൊന്നു. അച്ഛൻ മരിച്ചു എന്ന് കണ്ടപ്പോൾ ഞാൻ എൻ്റെ 2 കുട്ടികളുമായി എടുത്ത് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. ഇത് ആ കുട്ടി പറഞ്ഞതാണ്. അതോടൊപ്പം ആ കുട്ടി പറഞ്ഞു, എനിക്ക് കാശ്മീരിൽ 2 സഹോദരന്മാരുണ്ട്. എന്നെ പിന്നീട് ആശുപത്രി കൊണ്ടുപോകാനും പോസ്റ്റ്മോർട്ടത്തിൽ മറ്റേ മഹസർ തയ്യാറാക്കാനും എൻക്വയറിക്കും വേണ്ടിയൊക്കെ പോയതിന് സഹായിച്ച 2 മുസ്ലിം സഹോദരന്മാരുണ്ട്. എനിക്ക് കാശ്മീരിൽ 2 സഹോദരന്മാരുണ്ട്, അവരെ അള്ളാഹു രക്ഷിക്കട്ടെ എന്ന് പറയുന്ന ആ പെൺകുട്ടി ആരാണ്? ആ പെൺകുട്ടി രാമചന്ദ്രന്റെ മകളാണ്. രാമചന്ദ്രൻ ആരാണ്? രാമചന്ദ്രൻ RSSന്റെ വളരെ കടുത്ത ഒരു പ്രവർത്തകനാണ്, ഉറച്ച പ്രവർത്തകനാണ്. രാമചന്ദ്രന്റെ ഭാര്യ ആവശ്യപ്പെട്ടത് എന്തായിരുന്നു? ശവസംസ്കാരം നടക്കുമ്പോൾ ആ രാമചന്ദ്രന്റെ മൃതദേഹത്തിന് മുൻപിൽ നിന്നുകൊണ്ട് രാമചന്ദ്രന് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഒരു പാട്ടുണ്ട്. ആ പാട്ട് പരമപവിത്രപദാം ഈ മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാൻ എന്ന പാട്ടാണ്. ആ പാട്ട് പാടണം എന്ന് RSSന്റെ നേതാവിനോട് ആവശ്യപ്പെട്ടു. ഇന്ന് അത് ചൊല്ലുക മാത്രമല്ല, ആ പാട്ട് രാമചന്ദ്രന്റെ മകൾ ഉൾപ്പെടെ ചൊല്ലുകയാണ്. നിങ്ങൾക്ക് വീഡിയോ കാണാം. രാമചന്ദ്രന്റെ മകളും അമ്മയും ഒക്കെ ആ പാട്ട് പാടുകയാണ്. കാരണം അവർ വളർന്നത് RSSന്റെ പ്രത്യയശാസ്ത്രത്തിൽ നിന്നുകൊണ്ടാണ്. അവർക്ക് മതവിദ്വേഷമില്ല. അതുകൊണ്ട് അവരെ സഹായിച്ച മുസ്ലിം സമുദായത്തിലെ 2 പേർ അവരുടെ സഹോദരന്മാരായിട്ട് കാണാൻ രാമചന്ദ്രന്റെ മകൾക്കൊരു മടിയുണ്ടായിരുന്നില്ല. മതം മുസ്ലിം ആയതുകൊണ്ട് അവരെ തള്ളിപ്പറയാൻ രാമചന്ദ്രന്റെ മകൾ തയ്യാറായില്ല. കാരണം
രാമചന്ദ്രന്റെ മകള് RSS പ്രവർത്തകന്റെ മകളാണ്. RSS പ്രവർത്തകൻ എന്നുള്ളൊരു അച്ഛന്റെ മകളാണ്. ആ മകളെ മതവിദ്വേഷത്തിന്റെ അടിസ്ഥാനത്തിലല്ല രാമചന്ദ്രൻ വളർത്തിയത്. ഒരു RSS പ്രവർത്തകനും മതവിദ്വേഷത്തിന്റെ അടിസ്ഥാനത്തിലല്ല അവരുടെ മക്കളെ വളർത്തുന്നത്. നമുക്ക് കാണാൻ സാധിക്കും, മൃതദേഹം എടുക്കുന്ന സമയത്ത് ചെങ്ങമ്പുഴ പാർക്കിൽ നിന്ന് എടുക്കുമ്പോൾ ആതിരയും അതേപോലെ രാമചന്ദ്രന്റെ ഭാര്യ ശ്രീമതി ഷീല ചേച്ചിയും ഒക്കെ ഭാരത് മാതാ കി ജയ് വിളിച്ചുകൊണ്ടാണ്. അവരുടെ ഉറച്ച രാജ്യസ്നേഹം, ആ രാജ്യസ്നേഹം ആണ് അവർ ആ സമയത്ത് പ്രകടിപ്പിച്ചത്. എത്ര ഉദാത്തമായ, എത്ര ആവേശകരമായ ഒരു ചിത്രമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു സാഹചര്യം നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മുടെ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ആ മതഭീകരവാദത്തെ കുറിച്ച് പറയാൻ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാരില്ല. ഇന്നും ഇപ്പോഴും പറയുന്നത് എന്താ? ഇസ്ലാമിക മതഭീകരവാദം എന്നൊരു വാക്ക് നമ്മുടെ നാട്ടിലെ ഈ രാഷ്ട്രീയക്കാര് ഉന്നയിക്കുന്നുണ്ടോ? പാകിസ്ഥാൻ ഒരു മതരാഷ്ട്രമാണ്. പാകിസ്ഥാൻ സ്പോൺസർ ചെയ്ത, പാകിസ്ഥാൻ ലീഡ് ചെയ്ത ഒരു ഭീകരവാദ പ്രവർത്തനമാണ് പഹൽഗാമിൽ ഉണ്ടായത്. എല്ലാവർക്കും അറിയാം. എന്തേ മതഭീകരവാദത്തെ തള്ളിപ്പറയാൻ ഇവർ മടിക്കുന്നേ? മതഭീകരവാദമാണ് എന്നൊരു വാക്ക് പറയാൻ ഇവരെന്താ മടിക്കുന്നേ? ഹിന്ദുത്വ ഭീകരവാദം എന്ന് ആവർത്തിച്ച് പറയുന്ന ഈ രാഷ്ട്രീയ നേതാക്കന്മാര്, അത് VD സതീശനാകട്ടെ, MV ഗോവിന്ദനാകട്ടെ, മറ്റേതെങ്കിലും നേതാക്കന്മാരാകട്ടെ, ഹിന്ദുത്വ ഭീകരവാദം എന്ന് ഇവർ ആവർത്തിച്ച് പറയാറുണ്ടല്ലോ. എന്നാൽ എന്തേ ഇസ്ലാമിക മതഭീകരവാദം എന്ന് പറയാൻ ഇവർക്ക് മടി? അപ്പോ ഇവരാരെയാണ് പിന്തുണയ്ക്കുന്നത്? യഥാർത്ഥത്തിൽ ഇവര് ആരുടെ പക്ഷത്താണ് നിലകൊള്ളുന്നത്? ആർക്ക് വേണ്ടിയാണ് ഇവർ ശബ്ദിക്കുന്നത്? അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ അതുകൊണ്ട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞേ, നമ്മുടെ മിത്രങ്ങളിൽ നിന്നും നമ്മുടെ രാജ്യത്തെ രക്ഷിക്കാൻ എന്ത് വേണം എന്നുള്ളതാണ് പ്രഥമമായിട്ട് ചിന്തിക്കേണ്ടത് എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പ്രാഥമികമായി പറയാനുള്ളത്. നമ്പ്യാർ. യെസ്, ശ്രീ ശരത്ചന്ദ്, അദ്ദേഹത്തിന് പോവേണ്ടതാണ്. ശ്രീ ശരത്ചന്ദ്, ഒരു പ്രത്യാക്രമണം എന്തായാലും ഉണ്ടാവും. പാകിസ്ഥാന് സഹായഹസ്തവുമായി ഏതെങ്കിലും രാജ്യം പ്രത്യക്ഷത്തിലുണ്ടാവുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഇതുവരെ അങ്ങനെ ഒരു പബ്ലിക് സ്റ്റേറ്റ്മെന്റ് ഒരു രാജ്യത്തു നിന്നും ഉണ്ടായിട്ടില്ല. ഇങ്ങനൊരു സിറ്റുവേഷനിൽ ഒരു രാജ്യത്തിനും അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കാനും സാധിക്കില്ല. അഫ്ഗാനിസ്ഥാൻ ആയാലും ചൈന ആയാലും, ചൈനയും പാകിസ്ഥാനും വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന രാജ്യങ്ങളാണ്. പ്രത്യേകിച്ചും അമേരിക്ക ഇന്ത്യയോട് അടുക്കുകയും പാകിസ്ഥാനെ ഉപേക്ഷിക്കുകയും ചെയ്ത സ്ഥിതിക്ക് ചൈനയും പാകിസ്ഥാനും തമ്മിൽ വളരെ അടുത്ത ബന്ധങ്ങളുണ്ട്. അവരുടെ റിലേഷൻഷിപ്പ് മലകളെക്കാളിലും ഉയർന്നതും സമുദ്രത്തെക്കാളിലും ആഴമുള്ളതൊക്കെ എന്നാണ് അവർ വിവരിച്ചിട്ടുള്ളത്. എന്നാൽ തന്നെയും ചൈന ഇതിനെപ്പറ്റി ഒരു ഒപ്പീനിയൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. മറ്റെല്ലാ രാഷ്ട്രങ്ങളും ഇന്ത്യയുടെ കൂടെ നിന്ന് ഇന്ത്യയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു. ചൈന ഇതുവരെ പറഞ്ഞിട്ടില്ലെങ്കിലും അവര് ഓപ്പൺലി പാകിസ്ഥാനെ സപ്പോർട്ടും ചെയ്തിട്ടില്ല. ഈ ഒരു ക്രൂര കൃത്യത്തിനെ അവർ സപ്പോർട്ട് ചെയ്തില്ല. അവർക്കും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോ ഒന്നത്. രണ്ടാമത്തെന്ന് പറയുന്നത്, ഒരു മിലിറ്ററി ഓപ്പറേഷൻസ് തുടങ്ങിക്കഴിഞ്ഞാൽ ഏതെങ്കിലും രാജ്യങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യുമോ എന്നുള്ളതാണ്. ഇൻ എനി കേസ് ഏതെങ്കിലും രാജ്യം ഉണ്ടെങ്കിൽ അത് ചൈന മാത്രമായിരിക്കും. ആ ചൈനയുടെ റെസ്പോൺസ് എങ്ങനെയായിരിക്കുമെന്ന് കുറെയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയും. ഒന്ന്, അവര് ബോർഡർ ഡിപ്ലോമറ്റ് കൂട്ടിയേക്കും. നമ്മളുടെ സെൻസിറ്റീവ് ഏരിയാസിൽ പ്രഷർ ചെയ്യാൻ അവർ ശ്രമിച്ചേക്കും. പബ്ലിക് സ്റ്റേറ്റ്മെന്റ്സ് തുടങ്ങിയേക്കും. യുണൈറ്റഡ് നേഷൻസിന്റെ സെക്യൂരിറ്റി കൗൺസിലിന്റെ മെമ്പറാണ്. അത് ഉയർത്താൻ സാധിച്ചേക്കും. പിന്നെ അല്ലാത്ത ത്രെറ്റ്സുകളും കാണും. ഇതിനെല്ലാം ഉപരി ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ അത് പാസ് ചെയ്യുന്നത് പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീരിൽ കൂടാണ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും POKയില് ഓപ്പറേഷൻ ചെയ്യുകയാണെങ്കിൽ അതിനെതിരായിട്ടും അവര് റെസ്പോണ്ട് ചെയ്യാൻ സാധ്യതയില്ലാതില്ല. നമ്മളുടെ ഈ കാർഗിൽ യുദ്ധ സമയത്തും അവര് തുറന്ന് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ തന്നെ അവര് ബോർഡർ ഡിപ്ലോയ്മെന്റ് വർദ്ധിപ്പിച്ചിരുന്നു. ബോർഡറിൽ ഡിപ്ലോയ്മെന്റ് വർദ്ധിപ്പിക്കുകയും ആക്ടിവിറ്റീസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ പറ്റുന്നത്? നമുക്ക് അവിടുന്ന് ട്രൂപ്സിനെ മാറ്റി വെസ്റ്റേൺ ഫ്രണ്ടിലോ പാകിസ്ഥാന്റെ സൈഡിൽ നിന്ന് ഡിപ്ലോയ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ നമ്മുടെ ട്രൂപ്സിനെ അവിടെ എൻഗേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ട്രൂപ്പ് ഡിപ്ലോയ്മെന്റ് തീർച്ചയായിട്ടും കൂട്ടും. പക്ഷെ അവരെന്തെങ്കിലും ഒഫൻസീവ് ആക്ഷൻ എടുക്കുമോ എന്നുള്ള കാര്യത്തിൽ
നമുക്ക് ആലോചിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ ആർട്ടിക്കിൾ 370 അബ്രോഗേറ്റ് ചെയ്തപ്പോഴും അത് പിൻവലിച്ചപ്പോഴും പാകിസ്ഥാൻ ഓപ്പൺലി അതിനെപ്പറ്റി എതിർത്തു. അതിന്റെ കൂടെ എതിർത്ത ഒരു രാജ്യം ചൈന മാത്രമാണ്. വേറെ ആരും ഇതിനെപ്പറ്റി എതിർത്ത് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് എന്തെങ്കിലും മിലിറ്ററി ഓപ്പറേഷൻസ് ഇന്ത്യ എടുക്കുകയാണെങ്കിൽ ചൈനയിൽ നിന്ന് തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു റെസ്പോൺസ് ഉണ്ടായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ ഒരു റെസ്പോൺസിനെ ന്യൂട്രലൈസ് ചെയ്യാൻ ഡിപ്ലോമാറ്റിക് ആയിട്ടായാലും ഇപ്പൊ വേറെ ഒരു തേർഡ് കൺട്രി ആയിട്ടുള്ള ഒരു അഗ്രിമെന്റ് വഴിയായാലും എന്തായാലും ആ ഒരു സ്റ്റെപ്പ് നമ്മുടെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് എടുത്തിട്ടായിരിക്കും എന്തെങ്കിലും നമ്മൾ ചെയ്യുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അഡ്വക്കേറ്റ് സേനാപതി വേണു, താങ്കൾ ഒരു വിമുക്ത ഭടനാണ്, താങ്കളുടെ ചോര തിളക്കുകയായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ എങ്കിലും നോക്കൂ, താങ്കളുടെ പാർട്ടി ഈ ഇസ്ലാമിക തീവ്രവാദത്തോട് മൃദു സമീപനമാണ് സ്വീകരിക്കുന്നത്. ഇസ്ലാമിക തീവ്രവാദം എന്ന് പറയുന്നേയില്ല. മാത്രമല്ല, പാകിസ്ഥാനെ പോലും കടന്നാക്രമിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് കോൺഗ്രസ് നേതാക്കൾക്ക് ഉള്ളത്. ഈ ഒരു സ്ഥിതിവിശേഷത്തിൽ നോക്കൂ, രാജ്യം ഒന്നടങ്കം വേദനിക്കുകയാണ്. നമ്മുടെ കൂടെയുള്ള ഒരു മലയാളിയെയും ഒരു രാജ്യസ്നേഹിയെയും നമുക്ക് നഷ്ടപ്പെട്ടു. പക്ഷേ എങ്കിലും ഈ തീവ്രവാദ പ്രവർത്തനങ്ങളുടെ ആ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പ്രതികരണം കോൺഗ്രസിൻ്റെ, രാജ്യത്തെ പ്രധാന പ്രതിപക്ഷമായ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. നിങ്ങൾ അപലപിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്, അതൊക്കെ ശരിയാണ്. ഇന്ന് നിങ്ങളുടെ നേതാവ് രാഹുൽ അവിടം സന്ദർശിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇത്? കോൺഗ്രസ് ഇതിനെതിരെ പ്രതികരിക്കുന്നില്ല. ആദ്യത്തെ പ്രതികരണവും എപ്പോഴും പ്രതികരണ രംഗത്ത് മുന്നിൽ പ്രതികരിക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ, പ്രതികരിക്കുന്നുണ്ട്, അപലപിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ എങ്കിലും പോരാ. ആരെയൊക്കെ ഭയക്കുന്നു നിങ്ങൾ? അല്ല, ഞങ്ങൾ ആരെയും ഭയക്കേണ്ടത്? ഞങ്ങൾ ആരെയും ഭയക്കേണ്ട കാര്യമില്ലല്ലോ. 58 കൊല്ലം ഈ രാജ്യം ഭരിച്ച ഞങ്ങൾ അങ്ങനെ ആരെയെങ്കിലും ഭയക്കേണ്ടതോ അല്ലെങ്കിൽ ആരെയെങ്കിലും കണ്ട് പിന്നോട്ട് പോകേണ്ടതായ കാര്യങ്ങളില്ലല്ലോ. അല്ല, എന്തുകൊണ്ട് ഇത് ഇസ്ലാമിക തീവ്രവാദമാണ്, ഇസ്ലാമിക ഭീകരവാദമാണ് എന്ന് പറയാനുള്ള ആർജവം കാണിക്കുന്നില്ല ഒരു കോൺഗ്രസ് നേതാവും? അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ തീവ്രവാദത്തെ നമ്മളൊരു മതത്തിന്റെ പേരിട്ട് വിളിച്ചുകൊണ്ട് ഇന്ന തീവ്രവാദം അല്ല എന്നുള്ളതല്ലല്ലോ. പാകിസ്ഥാൻ സ്പോൺസർ തീവ്രവാദത്തിന് മതമുണ്ട് എന്നല്ലേ നമുക്ക് മനസ്സിലാവുന്നത്? അഡ്വക്കേറ്റ് സേനാപതി വേണു, തീവ്രവാദത്തിന് മതമുണ്ട് എന്നല്ലേ ഇപ്പോൾ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്, തെളിയിക്കപ്പെട്ടിരിക്കുകയല്ലേ അത്? അല്ല, മതത്തിന്റെ പേരിൽ പറഞ്ഞുകൊണ്ട് ചില ആളുകൾ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയും അതിനെ സ്പോൺസർ ചെയ്യുകയും ചെയ്യുന്നു എന്നതുകൊണ്ട് ഹിന്ദുത്വ തീവ്രവാദം എന്ന് ഇടക്കിടക്ക് പറയുന്നത് എന്തുകൊണ്ടാ? അത് ഹിന്ദു മതത്തിന്റെ പേരിലോ ഇസ്ലാം മതത്തിന്റെ പേരിലോ അതല്ലെങ്കിൽ ക്രിസ്തു മതത്തിന്റെ പേരിലോ ഏത് മതത്തിന്റെ പേരിലാണെങ്കിലും മറ്റുള്ളവരെ കൊല്ലുകയും അല്ലെങ്കിൽ അവർക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുന്ന പ്രക്രിയ, അത് മതത്തിന്റെ പേരിൽ ആര് നടത്തിയാലും അത് മത തീവ്രവാദമാണ് എന്നതുകൊണ്ട് മതം മുഴുവൻ തീവ്രവാദികളുടേതായി എന്നുള്ള അർത്ഥമില്ലല്ലോ. എല്ലാവരും ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിൽപ്പെട്ടവർ മുഴുവൻ തീവ്രവാദികളായി എന്നുള്ള അർത്ഥത്തിലാണോ മതത്തിനകത്ത്? കാരണം ഇന്നിപ്പോ ഇവിടെ ശ്രീ RV ബാബു വളരെ വിശദമായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ. അതായത് അവിടെ വെടിയേറ്റ് വീണ ശ്രീ രാമചന്ദ്രന്റെ മകൾ ആരതി അവർ പറഞ്ഞത് അവരെ സംരക്ഷിക്കാനായിട്ട് അവിടുന്ന് തിരിച്ചു പോരുന്നത് വരെ അവരുടെ സംരക്ഷണം ഏറ്റെടുത്തത് അവിടെ ഈ പോണി, അതായത് കുതിരയെ കൊണ്ടു നടക്കുന്ന 2 മുസ്ലിം സഹോദരന്മാരാണ്. അപ്പൊ അവർ തീവ്രവാദികളായിരുന്നെങ്കിൽ ഇവരെ കൊല്ലാനായിട്ടല്ലേ അവർ കൂടേണ്ടത്. അപ്പം ഇസ്ലാമിലുള്ള ആളുകൾ തീവ്രവാദികൾ എന്നതുകൊണ്ട് ഇസ്ലാം മുഴുവൻ തീവ്രവാദമെന്നോ, ഹിന്ദുവിലുള്ള ആരെങ്കിലും തീവ്രവാദി ആയതുകൊണ്ട് ഹിന്ദുത്വം മുഴുവൻ തീവ്രവാദമെന്നോ, അല്ലെങ്കിൽ ക്രിസ്ത്യാനികളായിട്ടുള്ള ആരെങ്കിലും 2 പേർ തീവ്രവാദികളായതുകൊണ്ട് മുഴുവൻ തീവ്രവാദമാണ് എന്നുള്ള അർത്ഥത്തിൽ ആ ഒരു വ്യാഖ്യാനം, ആ ഒരു നറേറ്റീവ് അതൊട്ടും ശരിയല്ല. തീവ്രവാദിയെ തീവ്രവാദിയായിട്ട് കാണണം, തീവ്രവാദി അല്ലാത്തവരെ അല്ലെങ്കിൽ അതിന് പ്രോത്സാഹനം കൊടുക്കാത്തവരെ അങ്ങനെയും കാണണം. അങ്ങനെ കണ്ടു എങ്കിൽ മാത്രമേ ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാവൂ. അതല്ല നിങ്ങൾ ഏതെങ്കിലും ഒരു മതത്തിൽ വേണു മതം ചോദിച്ചല്ലേ ഇവിടെ വെടിവെച്ചു കൊന്നത്? കലീമ ചൊല്ലാൻ അറിയാത്തവരെ വെടിവെച്ചു കൊന്നു. അല്ല, അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അല്ല, എവിടെയെങ്കിലും നമ്മുടെ സൈനികരൊക്കെ മതം നോക്കിയാണോ ഇവരൊക്കെ പ്രതിയോഗികളെ വെടിവെച്ച് വീഴ്ത്തുന്നതാണോ? അല്ല ഞാൻ ചോദിക്കുന്നത്, ഇവർ ടെററിസ്റ്റുകളാണ്, ഇവര് തീവ്രവാദികളാണ്, ഇവര് പാകിസ്ഥാന്റെ പിൻബലത്തോടു കൂടി കശ്മീരിൽ അശാന്തി ഉണ്ടാക്കാൻ പ്രവർത്തിക്കുന്ന ആളുകളാണ്. ഇവര് സ്വാഭാവികമായിട്ടും മതം ചോദിച്ചുകൊണ്ടല്ലാതെ പിന്നെ എന്ത് ചോദിച്ചുകൊണ്ടായിരിക്കും ഇവർ ചെയ്യുന്നത്? ഇവരുടെ ഉദ്ദേശം എന്താ? അവിടെ മതവൈരം, അവിടെയല്ല, കശ്മീരിലല്ല, നേരത്തെ ഉണ്ടായിട്ടില്ല. എങ്ങനെ
ഇങ്ങനെയുള്ള ഇൻസിഡൻസ് ഒന്നും നേരത്തെ ഉണ്ടായിട്ടില്ല. ഈ ഇൻസിഡന്റ് മാറ്റി നിർത്തി നിങ്ങൾ ഹിന്ദു ആണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മുസ്ലിം ആണോ അല്ലെങ്കിൽ കലിമ ചൊല്ലാൻ അറിയാവുന്നൊന്നും എൻ്റെ ശ്രദ്ധയിൽ ഇതുവരെ പെട്ടിട്ടില്ല കേട്ടോ. അല്ല, നമ്പ്യാരെ മനസ്സിലാക്ക്, ഓരോ കാലഘട്ടങ്ങളിലും ഈ തീവ്രവാദികൾ എവിടെയെങ്കിലും ആക്രമണം നടത്തും. അത് പാർലമെന്റിൽ ആക്രമിക്കാൻ അവസരം കിട്ടിയാൽ പാർലമെന്റ് ആക്രമിക്കും. അത് എന്താ പറഞ്ഞേ, കാർഗിലിൽ നുഴഞ്ഞു കയറാൻ അവസരമാണെങ്കിൽ അവിടെ ആക്രമണം നടത്തും. പഠാൻകോട്ട് അവസരം കിട്ടിയാൽ അവർ ആക്രമണം നടത്തും. പുൽവാമയിൽ അവസരം കിട്ടിയാൽ അവർ അവിടെ ആക്രമണം നടത്തും. ആക്രമണം നടത്തുന്ന തീവ്രവാദികളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ നാട് നന്നാകുകയോ നമ്മുടെ ജനതയെ നന്നാക്കുക എന്നുള്ളതല്ലല്ലോ. അവിടെ കലാപം ഉണ്ടാക്കുക, നാശമുണ്ടാക്കുക എന്നുള്ളതാണ്. അതിന് കിട്ടുന്ന ഓരോ അവസരങ്ങളും അവർ ഓരോ രീതിയിൽ അവർ പരിശോധിക്കുന്നു. അപ്പോ മതത്തിന്റെ പേരിൽ ആളുകളെ കൊല്ലുമ്പോൾ തന്നെ ആ മതത്തിൽപ്പെട്ട ഒരാള് അവിടെ ഈ കുതിരസവാരി നടത്തുന്ന ഒരാൾ അതിനെ തടയാനായിട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയും നമ്മൾ കാണുന്നല്ലോ. അപ്പോ ഏതെങ്കിലും ഒരു മതത്തിന്റെ പേരിൽ നടക്കുന്ന തീവ്രവാദം എന്നുള്ളത് ഇത് തീവ്രവാദികൾ നടത്തുന്ന പ്രവർത്തനം, അതിന് മതത്തെ മറയാക്കുന്നു എന്നുള്ളതാണ്. ആ മറയാക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകൾ അവർ സമൂഹത്തിൽ മാറ്റി നിർത്തപ്പെടേണ്ടവരും അവരെ കണ്ടെത്തുകയും അവരെ വേരോടെ പിഴുതെറിയുകയും ചെയ്യണം. അത് ഭരണകൂടത്തിന്റെ ചുമതലയാണ്, അത് ഭരണകൂടം ചെയ്യും. അതല്ലാതെ തീവ്രവാദത്തിന്റെ മൊത്തക്കച്ചവടക്കാരാരാ? അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമില്ല. അതിനകത്ത് പ്രത്യേകിച്ച് എന്തെങ്കിലും എന്താ പറഞ്ഞ സേനാപതി വേണുവിന്റെ വായിൽ നിന്ന് അത് കേൾക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. ആഗോള തീവ്രവാദം അത് പാകിസ്ഥാനിൽ മാത്രമല്ലല്ലോ. അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാനില്, സിറിയയില്, അവിടുന്നെല്ലാം ഈ തീവ്രവാദം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കല്ലേ. അതാണല്ലോ ഹമാസിന്റെ ആളുകൾ പാകിസ്ഥാൻ സന്ദർശിച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. അവരൊക്കെ ഏത് മതത്തിന്റെ പ്രതിനിധികളാണ്? പശ്ചിമേഷ്യൻ രാജ്യത്ത് ഇപ്പൊ ഞാൻ ചോദിക്കുന്നു, സൗദി രാജാവ് കഴിഞ്ഞ ദിവസം വന്നു കഴിഞ്ഞപ്പോൾ സൗദി രാജാവിന്റെ ഒരു പ്രസ്താവന, ഞങ്ങൾ ഗാസയിൽ അവിടെ ബോംബാർഡ്മെന്റ് നടത്തുന്നവരോ കലാപം നടത്തുന്നവരെ പിന്തുണയ്ക്കാനോ അവരുടെ കാര്യം ചർച്ച ചെയ്യാനോ ഞങ്ങൾ പോകുന്നില്ല എന്ന് ഇന്ത്യയിലെത്തിയ സൗദി രാജകുമാരൻ. അവിടെ മുഴുവൻ ആളുകളും മുസ്ലിം സമുദായത്തിൽപ്പെട്ടതല്ലേ, 99 അല്ലെ 100% ആളുകളും. എന്തേ അവിടെയൊന്നും കലാപമില്ലാത്ത? അപ്പോ എല്ലാവരും കലാപകാരികളല്ല, ചിലർ കലാപകാരികൾ. ആ കലാപകാരികളെ അകറ്റി നിർത്താനും അവരെ കണ്ടെത്താനും അവർ എന്തിനു വേണ്ടി കലാപം നടത്തുന്നു? കശ്മീരിൽ എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ കലാപം നടത്തുന്നതെന്ന് ചോദിച്ചാൽ അവിടെ മുസ്ലിം സമൂഹത്തെയോ അല്ലെങ്കിൽ മുസ്ലിം ജനവിഭാഗത്തെ സംരക്ഷിക്കുക എന്നുള്ളതൊന്നുമല്ല. പാകിസ്ഥാൻ അകത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവർക്ക് കഴിയാതെ വരുമ്പോൾ അവരുടെ ജനശ്രദ്ധ തിരിച്ചുവിടണമെങ്കിൽ ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ ഉണ്ടാകണം. ഇപ്പൊ ഏറ്റവും അവസാനം നമ്മൾ കണ്ടത് പാകിസ്ഥാനിൽ ബലൂചിസ്ഥാനിലേക്ക് പോകുന്ന ജാഫർ എക്സ്പ്രസ്, പെഷാവാറിൽ നിന്ന് കൊറ്റായിലേക്ക് പോകുന്ന ജാഫർ എക്സ്പ്രസ് അത് തടഞ്ഞു നിർത്തുകയും അതിനകത്ത് ആക്രമണം ഉണ്ടാവുകയും ആ ഡസൻ കണക്കിന് ആളുകൾ കൊല ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. അപ്പോ അവിടെ ഒരു ഭരണ തകർച്ചയോ അല്ലെങ്കിൽ അവർക്ക് ഭരണപരമായ കാര്യങ്ങൾ നേരാവണ്ണം ചെയ്യാൻ പറ്റാതെയോ വരുന്ന സാഹചര്യത്തിൽ അവര് ഈ രീതിയിൽ തീവ്രവാദികളെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്ത് ഈ കലാപവും പ്രതിസന്ധിയും ഉണ്ടാക്കുകയും ആ കലാപം ഉണ്ടാക്കാൻ വരുന്ന തീവ്രവാദികൾ, ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം, ഇതൊക്കെ ഒരു തരം കൊട്ടേഷൻ സംഘം പോലെയാണ്. പാകിസ്ഥാനും അവരുടെ ISIയും ഈ കൊട്ടേഷൻ സംഘത്തെ എല്ലാ കാലഘട്ടത്തിലും തീറ്റിപ്പോറ്റുന്നതാണ്. ആ തീറ്റിപ്പോറ്റുന്ന ആളുകൾക്ക് എവിടെയെങ്കിലും രണ്ടുപേരെ കൊല്ലണം, അത് അപരാധിയെന്നോ നിരപരാധിയെന്നോ ഒന്നുമില്ല, എവിടെയെങ്കിലും ബോംബ് പൊട്ടിക്കണം. ഈ വന്നിരിക്കുന്ന തീവ്രവാദികളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവരാരും ചാവേറുകളല്ല, ഇവർ സ്വയം പൊട്ടിത്തെറിക്കാൻ വന്നവരല്ല. ഇവര് പാകിസ്ഥാൻ കൊടുത്തുവിട്ട് തോക്കും പണവും ആയുധവുമായിട്ട് വന്ന് ഇവിടെ കലാപം ഉണ്ടായിട്ട് തിരിച്ചുപോയി അവരുടെ പണം കൊണ്ട് അവിടെ സുഭിക്ഷമായിട്ട് ജീവിക്കാൻ പോകുന്ന കലാപകാരികളാണ്, ടെററിസ്റ്റുകളാണ്. അവരെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അതല്ലാതെ മതത്തിന്റെ പേര് പറഞ്ഞുകൊണ്ടാണ് അതിനെ നടത്തുന്നത് എങ്കിൽ ആ കലാപകാരികൾ. സേനാപതി വേണു, അവിടെയാണ് ഒരു പരാതി. അങ്ങനെ തിരിച്ചറിയാത്തവർ നമ്മുടെ ഇടയിൽ ഉണ്ട് എന്നുള്ളതാണ്. അവരുടെ തോളിൽ കൈവച്ചാണ് കോൺഗ്രസ് പോലെ ഒരു പാർട്ടി നടക്കുകയും ചെയ്യുന്നത്. അതിനുള്ള പരാതി, ആക്ഷേപമാണ്. നിങ്ങൾ നമ്പ്യാരെ, കോൺഗ്രസ് പോലൊരു പാർട്ടി, നിങ്ങൾ അറിയണം, ഈ പാർട്ടിയിലെ 90% ആളുകളും ഹിന്ദുക്കളാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഈ പാർട്ടിയിലെ മെമ്പർഷിപ്പ് 90% ആളുകളും. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. എങ്ങനെ മുസ്ലിം ലീഗ് ഇല്ലാതെ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമോ? എവിടെയാ മുസ്ലിം ലീഗ്? എന്റെ നമ്പ്യാരെ, ഈ കേരളത്തിൽ, മലബാറിൽ, കേരളത്തിലല്ലോ, ഞങ്ങൾ കന്യാകുമാരി മുതൽ കശ്മീർ വരെ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. അവിടെയൊന്നും മുസ്ലിം ലീഗിന്റെ ബലത്തിലല്ലോ ഞങ്ങൾ ജയിക്കുന്നത്. നിങ്ങൾ ഇങ്ങനെ അല്ല,
ഇതൊക്കെ നിങ്ങൾ കേരളത്തിൽ ഇങ്ങനെ ഒരു നറേറ്റീവ് ഞങ്ങൾ മുസ്ലിം തീവ്രവാദത്തെ പിന്താങ്ങുന്നു, മുസ്ലിം തീവ്രവാദത്തെ. നിങ്ങൾ അറിയണം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ മെമ്പർമാരെ എണ്ണത്തെ സൂചിപ്പിച്ചാൽ ഓൾ ഇന്ത്യ തലത്തിൽ 90% ആളുകളും, ഞാൻ അഭിമാനത്തോടു കൂടി പറയുന്നു, ഹിന്ദു മതത്തിൽപ്പെട്ട ആളുകളാണ്. നമുക്ക് വേണമെങ്കിൽ ഒരു ചലഞ്ച് നടത്തിയിട്ട് ജമ്മു ആൻഡ് കശ്മീർ മുതൽ നമുക്ക് കന്യാകുമാരി വരെ വേണമെങ്കിൽ അതിനെക്കുറിച്ച് ഒരു എണ്ണം എടുക്കാം. ഇത് നിങ്ങൾ ഇങ്ങനെ ഒരു നറേറ്റീവ് കേരളത്തിൽ അങ്ങ് അടിച്ചിറക്കുകയാണ്. കോൺഗ്രസ് മുസ്ലിം തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്നു. നമ്പ്യാരെ, അങ്ങനെ ഒരു പാർട്ടി ഒന്നുമല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. നിങ്ങൾ കോൺഗ്രസിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യല്ലേ. 58 കൊല്ലക്കാലം ഈ രാജ്യം ഞങ്ങൾ ഭരിച്ചപ്പോ, 58 കൊല്ലക്കാലം ഈ രാജ്യം ഭരിച്ച ഞങ്ങൾ ഒരു തീവ്രവാദികളെ, ഏറ്റവും അധികം തീവ്രവാദത്തിന് വിധേയമായ ഒരു പാർട്ടിയാണ്, ഇന്ത്യൻ തീവ്രവാദ ഭീഷണികൾക്ക് വിധേയമായ ഒരു പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ശരി. നന്ദഗോപൻ ചേരുന്നു, ഞങ്ങളുടെ പ്രതിനിധി നന്ദഗോപൻ ശ്രീനഗറിലാണ് ഇപ്പോഴുള്ളത്. നന്ദഗോപൻ ഇന്ന് ഈ ഭീകരാക്രമണം നടന്ന പഹൽഗാമിൽ ബൈസരൻ താഴ്വരയിലൊക്കെ പോയ വ്യക്തിയാണ്. നന്ദഗോപൻ, എങ്ങനെയുണ്ട് പൊതുവിൽ, എന്താണിപ്പോൾ അവിടുത്തെ അവസ്ഥ? നമ്പ്യാർ, നിലവിൽ ജമ്മു കാശ്മീരിലെ ഒരു അവസ്ഥ പൊതുവെ ശാന്തമാണ്. അതേസമയം നമുക്കറിയാം, ജമ്മു കാശ്മീരിലെ ഇവിടുത്തെ ജനങ്ങളുടെ പ്രധാന വരുമാന മാർഗം എന്നുള്ളത് ടൂറിസമാണ്. ആ വരുമാന മാർഗത്തെ കഴിഞ്ഞ 22-ാം തീയതി ചൊവ്വാഴ്ച നടന്ന ഭീകരാക്രമണം, ബൈസരൻ വാലിയിൽ 26 പേരുടെ ജീവൻ നഷ്ടമാകാനിടയായ ഒരു ഭീകരാക്രമണം ഈ സാധാരണക്കാരായ ജനങ്ങളെ കാര്യമായി ബാധിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടുത്തെ ജനങ്ങളുടെ ഏതാണ്ട് 80% ആൾക്കാരുടെയും വരുമാന സ്രോതസ് എന്ന് പറയുന്നത് ടൂറിസമാണ്. ആ ടൂറിസം മേഖലയെ കാര്യമായി ഈ ഭീകരാക്രമണം ബാധിച്ചു. നമ്മൾ ഇവിടുത്തെ ഹോട്ടൽ ആൾക്കാരോടും അതേപോലെ തന്നെ ട്രാവൽ ഏജൻറ്റുമാരോടും ഒക്കെ തന്നെ സംസാരിക്കുമ്പോൾ അവർ വ്യക്തമാക്കുന്നത് 80% ബുക്കിങ്ങും ഇതിനോടകം തന്നെ ക്യാൻസലായി എന്നുള്ളതാണ്. അതായത് മലയാളികളടക്കം, നമുക്കറിയാം ഇപ്പോൾ കേരളത്തിലെ സമ്മർ വെക്കേഷനാണ്, കൂടുതൽ ആൾക്കാർ ഈ ജമ്മു കാശ്മീർ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യമാണ്. അന്ന് ഈ ഭീകരാക്രമണം നടന്നപ്പോൾ പോലും അവിടെ നിരവധി മലയാളികളുണ്ടായിരുന്നു. എന്നാൽ മലയാളികളുടെ അടക്കം അവരുടെ ബുക്കിംഗ് ഒക്കെ തന്നെ ക്യാൻസലാക്കുകയാണ് എന്നുള്ളതാണ് ഈ ട്രാവൽ ഏജൻറ്റുമാരൊക്കെ തന്നെ വ്യക്തമാക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഇന്ന് അവിടുത്തെ സാധാരണക്കാരുമായി സംസാരിച്ചു. പെഹൽഗാവിൽ പൂർണ്ണമായും അത് അടച്ചിട്ടിരിക്കുകയാണ്. സാധാരണ ദിവസങ്ങളിൽ പോലും 10,000-കണക്കിന് ടൂറിസ്റ്റുകൾ എത്തുന്ന പെഹൽഗാമാണ്. അവിടുത്തെ ആൾക്കാർക്ക് 1000-കണക്കിന് രൂപയാണ്. അതായത് ഈ പെഹൽഗാമിൽ നിന്നും ഈ ബൈസരൻ വാലിയിലേക്ക് കാൽനടയായി പോകാൻ സാധിക്കാത്തൊരവസ്ഥയാണ്. അവിടെ കുതിരപ്പുറത്ത് പോകണം. അവിടെ ഒരു കുതിരയ്ക്ക് 2000 രൂപയാണ് വാങ്ങുന്നത്. അങ്ങനെ ഈ വരുമാനം കൊണ്ട് ഉപജീവന മാർഗം നടത്തുന്ന നിരവധി കുടുംബങ്ങളുണ്ട്. 100-കണക്കിന് കുടുംബങ്ങളുണ്ടായിരുന്നു. അവരുടെ ഉപജീവന മാർഗം പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒപ്പം തന്നെ ഈ ശ്രീനഗർ അടക്കമുള്ള മേഖലയിൽ, അതായത് ജമ്മു കാശ്മീരിൻ്റെ ടൂറിസം മേഖലയെ പൊതുവെ ഈ പെഹൽഗാമിൽ നടന്ന, ബൈസരൻ വാലിയിൽ നടന്ന അക്രമം ബാധിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ക്യാൻസലേഷൻ ധാരാളമായി ഉണ്ടാകുന്നു, ടൂറിസ്റ്റുകൾ തിരിച്ചു പോകുന്നു. മാത്രമല്ല, ഏതാണ്ട് 2 ആഴ്ചത്തോളം നമ്മൾ ഇവിടെ ശ്രീനഗറിൽ നിന്നപ്പോൾ ഒരു മലയാളി കുടുംബത്തെ പരിചയപ്പെട്ടു. അവർ വ്യക്തമാക്കിയത് അവർ 2 ആഴ്ചത്തേക്ക് ഉള്ളൊരു ടൂർ പാക്കേജുമായാണ് അവർ ജമ്മു കാശ്മീരിലേക്ക് എത്തിയത്. അതേസമയം ഈ ഒരു ഭീകരാക്രമണത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ അവർ തിരികെ മടങ്ങിപ്പോവുകയാണ്. നമുക്കറിയാം, കേരളത്തിൽ നിന്നുമുള്ള കൊച്ചി സ്വദേശിയായ രാമചന്ദ്രൻ അടക്കം അതിന് ഇരയായ ഒരു സാഹചര്യമുണ്ട്. അതിനാൽ തന്നെ അവർക്കൊരു റിസ്ക് എടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്നത്. അവരെല്ലാം തിരികെ മടങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമാണ്. ഈ ഒരു സാഹചര്യം അത് ഇവിടുത്തെ ജമ്മു കാശ്മീരിലെ ജനതയ്ക്ക്, ഒരു വിഭാഗം ആൾക്കാർക്ക് അത് കൃത്യമായി ബോധ്യപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെയാണ് ഈ ഭീകരാക്രമണം നടന്ന് തൊട്ടടുത്ത ദിവസം 22-ാം തീയതി ഭീകരാക്രമണം നടക്കുന്നു. 23-ാം തീയതി ഇവിടെ പൂർണ്ണമായും ജമ്മു കാശ്മീരിൽ പൂർണ്ണമായും ബന്ദ് ആചരിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അതായത് പൂർണ്ണമായും കടയടച്ചിടുന്നു, അതേപോലെ തന്നെ ടാക്സി സർവീസുകളില്ല. അങ്ങനെ പൂർണ്ണമായും ബന്ദ് ആചരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു 23-ാം തീയതി. മാത്രമല്ല, മെഴുകുതിരിയുമായി ഈ മരണപ്പെട്ടവരുടെ ആത്മാക്കൾക്ക് നിത്യശാന്തി നേർന്നുകൊണ്ട് നിരവധി പ്രകടനങ്ങൾ നടത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. സാധാരണഗതിയിൽ ഈ മുസ്ലിം സ്ത്രീകൾ അവർ തെരുവിലേക്ക് ഇറങ്ങുവാൻ, അല്ലെങ്കിൽ അത്തരം പ്രതികരണ ശേഷി, ഈ തെരുവിൽ ഇറങ്ങി ഇത്തരം പ്രതികരണങ്ങൾ നടത്തുവാൻ സാധാരണഗതിയിൽ അവർ മുതിരാറില്ല. അതേസമയം ജമ്മു കാശ്മീരിൽ നമുക്കറിയാം, വളരെ യാഥാസ്ഥികരായിട്ടുള്ള ആൾക്കാരാണ് ജമ്മു കാശ്മീരിലുള്ളത്. അവരുടെ സ്ത്രീകൾ പോലും അവർ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. കാര്യം അവർക്ക് നേരിട്ടറിയാം ഇത് അവരെയാണ്, മറ്റാരെയും ഇത് ബാധിക്കില്ല. ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് പാകിസ്ഥാൻ മുർദാബാദ് അല്ലേ? അതെ
തീർച്ചയായിട്ടും അത് 2014 മുമ്പായിരുന്നു നമ്പ്യാർ അത്തരമൊരു സാഹചര്യം ഉണ്ടായിരുന്നത്. അതേസമയം 2014 ശേഷം നരേന്ദ്രമോദി സർക്കാർ അധികാരമേറ്റതിൽ പിന്നെ ഞാനിവിടെ 2014 മുമ്പ് വന്നിട്ടുണ്ട്. റോഡ്, അതേപോലെ തന്നെ പാലങ്ങൾ, സാഹചര്യങ്ങളൊക്കെ തന്നെ ആകെ മാറിയിരിക്കുകയാണ്. ജമ്മു കാശ്മീരിൽ വലിയ വികസനത്തിൻ്റെ ഒരു തേരോട്ടം തന്നെയാണ് 2014 ശേഷം ഉണ്ടായത്. അത് കൃത്യമായി അവർക്ക് ബോധ്യമുണ്ട്. കാര്യം ടൂറിസം രംഗത്ത് 2014 ശേഷം ഉണ്ടായ വർധനവ് വളരെ കാര്യമായി അവർക്ക് ബോധ്യമുണ്ട്. ഇന്ന് ഞാനിപ്പോൾ രാവിലെ പെഹൽഗാമിൽ അവിടെ ഒരു കുടുംബത്തെ സന്ദർശിച്ചു. അവർ പറയുന്നത് ഇനിയും നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരണമെന്ന്. കാര്യം 2014 മുമ്പ് ഇവിടേക്ക് ടൂറിസ്റ്റുകൾ വരാൻ മടിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അവർക്ക് ഭീതിയായിരുന്നു ഇവിടേക്ക് എത്താൻ. ഏത് സമയവും തീവ്രവാദ ആക്രമണം ഉണ്ടാകും. ഈ പെഹൽഗാം പോലുള്ള അല്ലെങ്കിൽ ബൈസരൻ വാലി പോലുള്ള ഒറ്റപ്പെട്ട സ്ഥലങ്ങൾ അല്ലെങ്കിൽ കാടുമായി ചുറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മാത്രമായിരുന്നില്ല അന്ന് തീവ്രവാദ ആക്രമണങ്ങൾ നടന്നിരുന്നത്. ഈ ശ്രീനഗറും അതേപോലെ തന്നെ ജമ്മു അടക്കമുള്ള നഗരമേഖലയിൽ പോലും പട്ടാപ്പകൽ പോലും തീവ്രവാദ ആക്രമണങ്ങൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥയായിരുന്നു 2014 മുമ്പുണ്ടായിരുന്നത്. എന്നാൽ 2014 ശേഷം കാര്യങ്ങൾ ആകെ മാറി മറിഞ്ഞു. അവർ ഭാരതത്തിനൊപ്പം അല്ലെങ്കിൽ ദേശീയതയ്ക്കൊപ്പം നിൽക്കേണ്ട ഒരു സാഹചര്യം, അത്തരം ഒരു സാഹചര്യം കാലഘട്ടം അങ്ങനെ ആ ഒരു സാഹചര്യത്തിലേക്ക് അവരെ എത്തിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് പ്രധാനമായും ഈ 2014 മുമ്പ് ഈ തീവ്രവാദ സംഘടനകളുമായി ബന്ധപ്പെട്ട് അവർ നൽകുന്ന പണം ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ഈ ഏതാണ്ട് ഭൂരിഭാഗം കശ്മീരി ജനതയും മുന്നോട്ട് പോയിരുന്നത്. 2014 ശേഷം അതായിരുന്നില്ല സ്ഥിതി. അവർക്ക് തോക്കെടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അവർക്ക് ഭാരതത്തിനെതിരെ മുദ്രാവാക്യം വിളിക്കേണ്ട ഒരു സാഹചര്യമില്ല, അല്ലെങ്കിൽ ഭാരതം മൂർധാബ എന്ന് പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായില്ല. മറിച്ച് അവർക്ക് കൃത്യമായി അധ്വാനിച്ചാൽ അവർക്ക് കൃത്യമായ വരുമാനം, വേണ്ട വിധത്തിൽ വരുമാനം ലഭിക്കുന്ന ഒരു സാഹചര്യം 2014 ശേഷം ഇവിടെ സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളതാണ്. വലിയ പരിണാമമാണ്, എല്ലാ മേഖലകളിലും വലിയ പരിണാമമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഞാൻ 2014 മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. തകർന്ന റോഡുകളായിരുന്നു അന്നുണ്ടായിരുന്നത്, പാലങ്ങൾ ഉണ്ടായിരുന്നു. പാവപ്പെട്ടവരുടെ കഞ്ഞിയിലാണ് മണ്ണ് വാരിയിട്ടത് അല്ലേ? തീർച്ചയായിട്ടും ഇതിൽ ഏറ്റവും കൂടുതൽ തിരിച്ചടി അനുഭവിക്കുന്നത് ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജമ്മു കാശ്മീർ ജനതയാണ്. അവരുടെ കുട്ടികളെ പഠിപ്പിക്കുവാനുള്ള വരുമാനം, അല്ലെങ്കിൽ അവർക്ക് ദൈനംദിനം നിത്യവൃത്തി കഴിഞ്ഞു പോകാനുള്ള വരുമാനത്തിൽ, അതിലാണ് ഈ പാകിസ്ഥാൻ തീവ്രവാദികൾ അല്ലെങ്കിൽ ലഷ്കർ ഇ തോയ്ബ ഭീകരവാദികൾ മണ്ണ് വാരിയിട്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇന്ന് ആസിഫ്, അതുപോലെ ആസിഫ് ഷെയ്ഖ് ആദിൽ ഹുസൈൻ അല്ലേ, 2 ലഷ്കർ ഈ ടെററിസ്റ്റുകൾ, അവരുടെ വീട് ഇടിച്ചു നിരത്തി എന്ന് പറയുന്നു. അവിടെ പൊട്ടിത്തെറിച്ചതാണെന്നും പറയുന്നുണ്ട്. അവരുടെ ബന്ധുക്കളൊക്കെ ഇപ്പോഴും അവിടെ ഉണ്ടോ? അവരുമായിട്ട് സംസാരിക്കാനോ വല്ലതും പറ്റിയോ? നിങ്ങൾ ആ ഏരിയയിലേക്ക് പോയോ? അതെ, ഇന്ന് 2 പേരുടെ വീടുകളാണ് ഇടിച്ചു നിരത്തിയത്. അതായത് ഈ തീവ്രവാദ അക്രമവുമായി ബന്ധപ്പെട്ട് 3 പേരുടെ രേഖാചിത്രങ്ങൾ പോലീസ് പുറത്തുവിട്ടു. അതിൽ 2 പേരുടെ വീടുകളാണ് ഇന്ന് ഇടിച്ചു നിരത്തിയത്. ഒന്ന് ആസിഫ് ഹുസൈന്, അതേപോലെ തന്നെ ഒന്ന് ആദിൽ. അങ്ങനെ 2 പേരുടെ വീടുകളാണ് ഇടിച്ചു നിരത്തിയത്. ഇതിൽ അർത്രി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ആദിലിൻ്റെ വീട് നിൽക്കുന്നത്. ഒരു കാലഘട്ടത്തിൽ ആ മേഖലയിലേക്ക് സൈന്യം പോലും, അതായത് 2014 മുമ്പ് ആ മേഖലയിലേക്ക് കടക്കുവാൻ സൈന്യം പോലും ഭയപ്പെട്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ സ്ഥിതിഗതികൾ ആകെ മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്നലെ രാത്രി 12:30 ഈ പ്രത്യേക ഒരു ദൗത്യ സംഘം ഈ മേഖലയിലേക്ക് എത്തുന്നത്. CRPFൻ്റെയും അതേപോലെ തന്നെ ജമ്മു കാശ്മീർ പോലീസിൻ്റെയും സൈന്യത്തിൻ്റെയും ഉള്ള ഒരു പ്രത്യേക ദൗത്യ സംഘം രൂപീകരിച്ചു. ആ ദൗത്യ സംഘത്തിൽപ്പെട്ട അംഗങ്ങളാണ് ഈ 2 വീടുകളിലും എത്തിയത്. അവർ ചെന്നിട്ട് ആദ്യം ആവശ്യപ്പെട്ടത് ആ മേഖലയിൽ, ആ പരിസര പ്രദേശങ്ങളിലുള്ള വീടുകളിൽ നിന്നും ആൾക്കാരെ ഒഴിപ്പിച്ചു. ആ വീട്ടിൽ, അതായത് ഇവരുടെ ആദിലിൻ്റെയും അതേപോലെ തന്നെ മറ്റ് അയാളുടെയും വീടുകളിൽ നിന്നും ആ വീട്ടുകാരെ പൂർണ്ണമായും ഒഴിപ്പിച്ച് അവരുടെ അടുത്ത് 200 മീറ്റർ അപ്പുറത്തേക്ക് പോകാൻ നിർദ്ദേശിച്ചതിന് ശേഷം എക്സ്പ്ലോസീവ് മെറ്റീരിയൽ ഉപയോഗിച്ച് ആ വീട് പൂർണ്ണമായും തകർക്കുകയായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതേസമയം ഒഫീഷ്യലായിട്ട് വരുന്ന വെർഷൻ മറ്റൊന്നാണ്. അതായത് അവിടെ ബാറ്ററി ഘടിപ്പിച്ച വയറുകൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ബാറ്ററിയിൽ ഘടിപ്പിച്ച വയറുകൾ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് ഒഫീഷ്യൽ വെർഷൻ വരുന്നത്. അതേസമയം ഏതാണ്ട് ഒരേ സമയത്താണ് ഈ 2ഇടത്തും ഈ സംഭവം, അതായത് വീടുകൾ തകർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇന്ന് അവിടെ ഉണ്ണി കെ വാര്യർ, എൻ്റെ ക്യാമറമാൻ, അദ്ദേഹവുമായി ഞാൻ ഇന്ന് അവിടെ നേരിട്ട് അവിടെ എത്തി, അവിടുത്തെ ദൃശ്യങ്ങൾ പകർത്തി അവരുമായി, അവരുടെ ഈ പറയുന്ന ഇവരുടെ ഈ തീവ്രവാദികളുടെ ബന്ധുക്കളുമായി സംസാരിച്ചു. അവരെല്ലാം പാടെ മാറിയിരിക്കുന്നു. അതായത് ഈ തീവ്രവാദികളെ തൂക്കിലേറ്റണം എന്നുള്ളതാണ് അവർ പ്രധാനമായും ആവശ്യപ്പെടുന്നത്. കാര്യം അവർക്കും അറിയാം അവരുടെ വരുമാന സ്രോതസ്സിലാണ് ഇവൻ മണ്ണ് വാരിയിട്ടതെന്നുള്ളത് അവർക്കും കൃത്യമായി വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ അവർ ആവശ്യപ്പെടുന്നത് അവരെ തൂക്കിലേറ്റണം എന്നുള്ളതാണ്. ഇനി ഒരു ഘട്ടത്തിൽ പോലും രാജ്യത്തിനെതിരായി, ഭാരതത്തിനെതിരായി നിൽക്കില്ല എന്നുള്ള ഒരു
ബോധ്യം, അല്ലെങ്കിൽ അങ്ങനെ നിന്നാൽ അത് കൃത്യമായി തങ്ങൾക്ക് തന്നെയാണ് അതിന് തിരിച്ചടി ഉണ്ടാകുക, തങ്ങളുടെ തലമുറയാകും അത് അതിലൂടെ നശിക്കുക എന്നുള്ള ഉത്തമ ബോധ്യം ഇന്നിപ്പോൾ ജമ്മു കാശ്മീരിലെ ഒരു വിഭാഗം ജനതയ്ക്കുണ്ട് എന്നുള്ളതാണ് നമ്പ്യാർ യാഥാർത്ഥ്യം. ശ്രീത്തെ സത്യം പറയാലോ, എല്ലാവരും കാത്തിരിക്കുന്നത് തിരിച്ചടി ആണ്. എന്തായാലും പ്രതികാരം ചെയ്യും, ഒരു സംശയവുമില്ല അക്കാര്യത്തിൽ. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം അത് വ്യക്തമാക്കുകയും ചെയ്തു. പക്ഷേ അത് എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് പലരും ആഗ്രഹിക്കുന്ന തരത്തിലുള്ള. ഇപ്പം പ്രധാനമന്ത്രി പറഞ്ഞത് സങ്കല്പിക്കാനാവാത്ത വിധത്തിലുള്ള ശിക്ഷ കൊടുക്കും എന്നുള്ളതാണ്. ഏത് തരത്തിലായിരിക്കും ഒരു പ്രത്യാക്രമണം ഉണ്ടാവുക? ശ്രീ അനിൽ, അത് ഈ ഒരു ഘട്ടത്തിൽ ഒരു പക്ഷേ അത് പ്രഡിക്റ്റ് ചെയ്യാൻ സാധിക്കുമോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം മുമ്പാണെങ്കിലും നമ്മൾ പുൽവാമ അറ്റാക്ക് ഉണ്ടായിരുന്ന സമയത്ത് അതിന് തിരിച്ചടി നൽകുന്നത് വളരെ സ്ട്രാറ്റജിക്കായിട്ട് പ്ലാൻ ചെയ്തിരുന്ന ഒരു സർജിക്കൽ സ്ട്രൈക്കിലൂടെയാണ്. അപ്പോൾ അത് ആ രീതിയിൽ നമ്മൾ ആ സമയത്ത് പ്രതികരിക്കും എന്ന് ആരും തന്നെ വിലയിരുത്തിയിരുന്നില്ല. പ്രത്യേകിച്ച് ഈവൻ സൈന്യത്തിൽ നിന്നൊക്കെ റിട്ടയർ ചെയ്തിരുന്ന ഡിഫൻസ് എക്സ്പേർട്ടുകളായിട്ടുള്ള ആൾക്കാർ പോലും ആ രീതിയിലത്തേക്കുള്ള ഒരു പ്രിസിഷൻ ടാർഗറ്റിംഗ് ആണ് നമ്മളതിന് മറുപടിയായിട്ട് പറയുക എന്ന രീതിയിലത്തേക്കൊന്നും തന്നെ അന്ന് അത് ഉണ്ടാകുന്നത് വരെ അഭിപ്രായം പോലും പറഞ്ഞിരുന്നില്ല. അപ്പോൾ അതേ അപ്രോച്ച് തന്നെയാണോ ഇത്തവണയും സ്വീകരിക്കാൻ പോകുന്നത്, അതോ കുറച്ചുകൂടി കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള കുറച്ചുകൂടി ലാർജ് സ്കെയിലുള്ള ഒരു എസ്കലേറ്റ് ചെയ്ത രീതിയിലത്തേക്കുള്ള ഒരു തിരിച്ചടിയാണോ നൽകാൻ പോകുന്നത് എന്ന കാര്യത്തിനെ പറ്റി അങ്ങനെയുള്ള പ്രതീക്ഷകളാണ് കൂടുതലുള്ളത് എന്ന് നമുക്ക് മനസ്സിലാകും. കാരണം പ്രധാനമന്ത്രി നമുക്കറിയാം കഴിഞ്ഞ ദിവസം സംസാരിക്കുന്നത് ബീഹാറിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു റാലിയിലാണ്. ആ സമയത്ത് സാധാരണ അദ്ദേഹം സംസാരിക്കേണ്ടത് ഹിന്ദിയിലാണ്. പക്ഷേ ഈ ഒരു ഭാഗം മാത്രം അദ്ദേഹം വളരെ ക്ലിയർ ആയിട്ട് ഇംഗ്ലീഷിൽ തന്നെ പറഞ്ഞു. അദ്ദേഹത്തിന് അറിയാം ഈ ഒരു സംഭവം ഉണ്ടായതിനു ശേഷം അദ്ദേഹത്തിന്റെ ഫസ്റ്റ് പബ്ലിക് അഡ്രസ് ആണ്. അപ്പോൾ അതെ, തെരഞ്ഞെടുപ്പ് റാലി ആയിരുന്നില്ല. ശരി, ഞാനത് തെരഞ്ഞെടുപ്പ് റാലി എന്ന രീതിയിലാണ് റിപ്പോർട്ട്. പഞ്ചായത്തിലെ യെസ് ശരി, ആയിക്കോട്ടെ. അപ്പൊ ഞാനത് തെരഞ്ഞെടുപ്പ് റാലി എന്ന രീതിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട് കണ്ടതുകൊണ്ടാണ് പറഞ്ഞത്. തിരുത്തുന്നു. അപ്പോൾ അവിടെ അദ്ദേഹം പറയുന്നത് തന്നെ അദ്ദേഹത്തിന്റെ ബാക്കി പ്രസംഗം മുഴുവനും ഹിന്ദിയിലാണ്. പക്ഷെ ഈ ഒരു ഭാഗം മാത്രം അദ്ദേഹം ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നതിന്റെ കൃത്യമായ ഉദ്ദേശം ഈ ഒരു സംഭവത്തിന് ശേഷമുള്ള അദ്ദേഹത്തിന്റെ ഫസ്റ്റ് പബ്ലിക് സ്പീച്ചിൽ ഇത് കൂടുതൽ ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ട് എന്നും ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്നുണ്ട് എന്നും അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ടാണ് ഈ ഭൂമിയുടെ അവസാനം വരെ നിങ്ങളെ ചേസ് ചെയ്ത് ഇല്ലാതെയാക്കുമെന്ന രീതിയിലത്തേക്കുള്ള അതിശക്തമായിട്ടുള്ള ഒരു സന്ദേശം പറഞ്ഞത്. അപ്പൊ ഇതിന് വെറുതെ അങ്ങ് ചെയ്താൽ പോരാ, മറിച്ച് അതിന് ബൃഹത്തായിട്ടുള്ള ഒരു പ്ലാനിങ്, ഗൃഹപാഠം ഒക്കെ ഉണ്ടാകണം. നമുക്ക് സാധാരണ രീതിയിൽ ഒരു അടി ഉണ്ടായാൽ അതിന് തിരിച്ചടി കൊടുക്കേണ്ടത് എങ്ങനെയാണ് എന്നതുമായി ബന്ധപ്പെട്ടും നമ്മുടെ സൈനിക വിന്യാസം എങ്ങനെയായിരിക്കണം എന്നതുമായി ബന്ധപ്പെട്ടും ഒക്കെ തന്നെ വളരെ കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജിക് ആയിട്ടുള്ള ബ്ലൂ പ്രിന്റുകൾ ഉള്ളതാണ്. അതെല്ലാ സേനയ്ക്കും അതേപോലെ തന്നെ ഉള്ളതാണ്. അത് എക്സിക്യൂട്ട് ചെയ്യേണ്ടുന്ന കാര്യം മാത്രമേ ഉള്ളൂ. പക്ഷേ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരിക്കുമ്പോൾ അത് പ്രത്യേകിച്ച് TRF എന്ന് പറയുന്ന ഒരു സംഘടന അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ അതിനെ പാകിസ്ഥാനുമായി ലിങ്ക് ചെയ്തുകൊണ്ട് നമ്മൾ മുമ്പ് ചെയ്തിരിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ വിശ്വാസത്തിലെടുക്കുന്ന നമ്മളോട് വലിയ ആഭിമുഖ്യമുള്ള മറ്റ് ലോകരാജ്യങ്ങൾക്ക് നമ്മൾ അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ബ്രീഫിംഗ് കൊടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ കഴിഞ്ഞ തവണയാണെങ്കിലും നമ്മൾ ഈ സർജിക്കൽ സ്ട്രൈക്ക് നടത്തുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട് നമ്മളോട് താല്പര്യമുള്ള രാജ്യങ്ങൾക്ക് നമ്മളൊരു ബ്രീഫിംഗ് കൊടുത്തിരുന്നു. അതേപോലെ തന്നെ കൊടുക്കുകയും അതിൽ യാതൊരു വിധത്തിലുള്ള പാകപ്പിഴകളും ഇല്ല എന്നും അവരുടെ ആ ഒരു കമ്മ്യൂണിറ്റിയുടെ പൂർണ്ണമായിട്ടുള്ള പിന്തുണ നമുക്കുണ്ടാകും എന്നതിനെക്കുറിച്ച് പൂർണ്ണമായും ഒരു അഷുറൻസ് കൂടി വാങ്ങിയെടുത്തതിന് ശേഷമായിരിക്കും നമ്മൾ ഈ ഒരു ആക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുക. പക്ഷെ അതല്ലാതെ നമ്മൾ ചെയ്തിരിക്കുന്ന വളരെ ദൂരവ്യാപകമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാക്കാവുന്ന മറ്റു പല കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഇനി സമീപകാലത്തൊന്നും തന്നെ പാകിസ്ഥാൻകാർക്ക് നമ്മൾ വീസ ഇഷ്യൂ ചെയ്യും എന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല. നമ്മൾ അട്ടാരി ബോർഡർ തുറന്നു കൊടുക്കും എന്ന രീതിയിലത്തേക്കുള്ള ഒരു പ്രതീക്ഷ ഉണ്ടാകേണ്ടുന്ന കാര്യമില്ല. പിന്നെ നമ്മൾ ഈ വാട്ടർ കരാറുണ്ടല്ലോ, ഇൻഡസ് വാട്ടേഴ്സ് ട്രീറ്റി, ആ ട്രീറ്റി നമ്മൾ അതിനെ ഐസിന് പുറത്ത് വെക്കാനുള്ള ഒരു തീരുമാനം എടുത്തതുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ പ്രതികരിച്ചിരിക്കുന്ന എങ്ങനെയാണ് എന്ന് മാത്രം നോക്കിയാൽ മതി അത് എത്രത്തോളം ദൂരവ്യാപകമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു തീരുമാനമാണ് എന്ന്. ഉദാഹരണത്തിന് പാകിസ്ഥാനിലെ ഡോൺ പോലെയുള്ള പത്രങ്ങളിലൊക്കെ തന്നെ നിറഞ്ഞു കാണുന്ന ആർട്ടിക്കിളുകളും ഒപ്പീനിയനുകളും പറയുന്നത് വാട്ടർ ടെററിസം എന്നാണ്. അതായത് ഇന്ത്യ പാകിസ്ഥാനെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി വെള്ള തീവ്രവാദം അഥവാ ജല തീവ്രവാദം നടത്തുന്നു എന്ന രീതിയിലത്തേക്കാണ് പറയുന്നത്. അതായത് ഒരു തീവ്രവാദ പ്രവർത്തനം നടത്തിയാൽ അതെങ്ങനെയാണോ ഒരു ജനതയുടെ മുച്ചൂട് മുടിക്കുന്നത് എന്നതിനെക്കുറിച്ച് മറ്റാരും പറയാതെ നന്നായി അറിയാവുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. അതുകൊണ്ട് തന്നെ അതിന് സമാനമായിട്ടുള്ള ഒരു നടപടി ഒരു നയപരമായിട്ടുള്ള തീരുമാനത്തിലൂടെ ഉണ്ടായാൽ അത് തീവ്രവാദത്തിന് സമാനമാണ് എന്ന് മനസ്സിലാക്കാനും അവർക്ക് കഴിയും. അപ്പൊ അതുകൊണ്ടാണ് വാട്ടർ ടെററിസം എന്നുള്ള ഒരു വാക്ക് അവർ ഉപയോഗിക്കുന്നത്. അപ്പൊ അതിലേക്ക് നമ്മൾ പോകുമ്പോൾ പോലും
കേവലം വെറുതെ അങ്ങ് പോകുന്നതല്ല. പല ആൾക്കാരും വിചാരിച്ചിരിക്കുന്നത് ഇപ്പൊ പെട്ടെന്ന് ഈ ഒരു തീരുമാനം അങ്ങ് എടുത്തു എന്നാണ്. 2 വർഷം മുമ്പ് തന്നെ ഈ കരാറിൽ കുറേയധികം മാറ്റങ്ങൾ ഉണ്ടാക്കണം എന്ന് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പാകിസ്ഥാനോട് പറഞ്ഞിരുന്നതാണ്. അന്ന് പറഞ്ഞിരുന്ന 3 പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണോ ആ കാരണങ്ങൾ തന്നെയാണ് നമ്മൾ ഇത്തവണ ആ കരാറിനെ നമ്മളുടെ ഭാഗത്ത് നിന്ന് അതിനെ മരവിപ്പിച്ചുകൊണ്ട് നമ്മൾ പാകിസ്ഥാനെ അറിയിച്ചിരിക്കുന്നത്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ഇടയ്ക്ക് ഒരു നെഗോസിയേഷൻ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യ തന്നെ പാകിസ്ഥാനോട് ഔദ്യോഗികമായി നയതന്ത്ര രംഗത്ത് തന്നെ ബന്ധപ്പെട്ടപ്പോൾ പാകിസ്ഥാൻ അതിന് തയ്യാറല്ല എന്ന് പറഞ്ഞു. അപ്പൊ ആ കരാറിന്റെ സ്വഭാവം അനുസരിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ടതാണ്. പക്ഷെ ആ ഒരു നെഗോസിയേഷന് പാകിസ്ഥാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ പിന്നെ ഇന്ത്യ എന്താണ് ചെയ്യേണ്ടത്? അപ്പൊ അതുകൊണ്ടാണ് അതിനു വേണ്ടുന്ന കൗണ്ടർ മെഷേഴ്സ് നയതന്ത്രപരമായിട്ട് വേൾഡ് ബാങ്കിന്റെ കൂടി ഉത്തരവാദിത്തത്തിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ടും ആർബിട്രേഷനുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാനും പോകുന്ന ഘട്ടത്തിലാണ് 2 വർഷങ്ങൾക്കിപ്പുറം നമ്മൾ ആ പറഞ്ഞതിന് 3ാമത്തെ പ്രധാനപ്പെട്ട കണ്ടീഷനായിട്ടുള്ള പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള വിധ്വംസക പ്രവർത്തനങ്ങൾ നിർത്തണം എന്നുള്ള ഒരു കാര്യത്തിനെ പാകിസ്ഥാൻ തുടർച്ചയായി ബ്രീച്ച് ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളിപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം 26 ജീവനുകളാണ് ഇവിടെ പഹൽഗാമിൽ നഷ്ടപ്പെട്ടിരിക്കുന്നത് എങ്കിൽ 26 കോടി ആൾക്കാരുടെ ജീവൻ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള വെള്ളമാണ് പാകിസ്ഥാനിലേക്ക് നമ്മൾ ഒഴുക്കി കൊടുക്കുന്നത്. അപ്പൊ അതിനെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇതിന്റെ ഫ്ലോയെ നമ്മൾ ഓൾട്ടർ ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ അതിന് കൃത്യമായ രീതിയിലത്തേക്കുള്ള വാട്ടർ സൈക്കിൾസ് ഉണ്ട്. അവിടുത്തെ വെതറും അവിടുത്തെ കൃഷിയുടെ രീതികളും ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ആശ്രയിച്ചിരിക്കുന്നത് പോലും ഏതൊക്കെ ഘട്ടത്തിൽ എത്രത്തോളം വെള്ളം അവിടെ കിട്ടുന്നു എന്നാണ്. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ഈ മെയ് മുതലുള്ള അടുത്ത 2-3 മാസത്തിൽ ഏറ്റവും കൂടുതൽ വെള്ളം പാകിസ്ഥാനിലേക്ക് ഒഴുകി പോകുന്ന സമയമാണ്. അപ്പൊ ഈ സമയത്തൊക്കെ നമ്മൾ ഏതെങ്കിലും രീതിയിൽ അതിനെ റെസ്ട്രിക്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ പോലും പാകിസ്ഥാന് കൂടുതലായിട്ട് വെള്ളം കിട്ടാനുള്ള ഒരു സാധ്യതയുമുണ്ട്. പക്ഷെ അതിനുശേഷം ഈ ഗ്ലാസിയേഴ്സും മറ്റും നമുക്കറിയാമല്ലോ, അത് ഒരു അലിഞ്ഞ് കൂടുതലായിട്ട് ഈ നദികളിലെല്ലാം തന്നെ വെള്ളത്തിന്റെ തോതൊക്കെ കൂടുന്ന ഒരു ഘട്ടമുണ്ട്. അത് മാറുന്ന ശേഷം പിന്നീടുള്ള സമയത്ത് നമ്മൾ ഇതിനെ റെസ്ട്രിക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ അതിന്റെ ഫ്ലോയുടെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യത്തിനെ തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടോ അതിൽ അവർക്ക് പ്രതീക്ഷിക്കുന്ന രീതിയിലേക്കുള്ള ഫ്ലോ ലഭ്യമാക്കുന്നില്ല, അല്ലെങ്കിൽ അവർ പ്രതീക്ഷിക്കാത്ത സമയത്താണ് കൂടുതൽ ഫ്ലോ വരുന്നത് എങ്കിലൊക്കെ അവരുടെ വെതറിനെ ബാധിക്കുന്ന, അവരുടെ കൃഷിയെ ബാധിക്കുന്ന, അവരുടെ മൊത്തത്തിൽ അവരുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന രീതിയിലേക്കുള്ള ഒരു പ്രശ്നമാണ്. അപ്പൊ ഇത് മനുഷ്യത്വപരമാണോ അല്ലയോ എന്ന രീതിയിലേക്കുള്ള പല ചർച്ചകളും ഇതിനോടകം തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യ ഒരിക്കലും ഇങ്ങനെ യുദ്ധമുണ്ടായിരുന്ന സാഹചര്യത്തിൽ പോലും പ്രതികരിച്ചിട്ടില്ലല്ലോ എന്ന് വിമർശിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അവരോടൊക്കെ പറയേണ്ടുന്ന ഒരൊറ്റ മറുപടി മാത്രമേ ഉള്ളൂ. ഇതുവരെ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന നേരിട്ടുള്ള അവർ പാകിസ്ഥാൻ സ്പോൺസേഡായിട്ടുള്ള ആക്രമണം കൂട്ടത്തോടുകൂടി വന്നിരുന്നത് ഒന്നുമല്ലെങ്കിൽ ഇന്ത്യയുടെ സൈനികരോടാണ്. രാജ്യത്തിന്റെ അതിർത്തിയെ, മണ്ണിനെ സംരക്ഷിക്കാനായിട്ട് ചുമതലപ്പെട്ടിരിക്കുന്ന, അതിനുവേണ്ടി ജീവൻ പോലും ബലി കഴിപ്പിക്കാൻ വേണ്ടി സന്നദ്ധരായിരിക്കുന്ന പട്ടാളക്കാരാണ്. അവരാണ് നമ്മുടെ ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ്. അങ്ങനെയുള്ള ആൾക്കാരെയാണ് ഇതുവരെ അവർ ടാർഗറ്റ് ചെയ്തിരുന്നതെങ്കിൽ ഇപ്പൊ അതും കടന്ന് അവർ കൂടി സുരക്ഷ ഒരുക്കേണ്ടുന്ന സാധാരണക്കാരായിട്ടുള്ള സിവിലിയൻസിനെ, അതും വിനോദസഞ്ചാരികളായിട്ടുള്ള ആൾക്കാരെ, അതും അമുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാരെ തെരഞ്ഞുപിടിച്ചുകൊണ്ട് ജിഹാദി ആക്രമണം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പോൺസർഷിപ്പാണ്. ഇപ്പൊ നമ്മൾ നേരത്തെ മുംബൈയിൽ ഉണ്ടായിരുന്ന തീവ്രവാദ ആക്രമണമുണ്ട്. ആ ആക്രമണത്തിൽ ആൾക്കാരുടെ ജാതിയും മതവും ഒന്നും ചോദിച്ചിട്ടായിരുന്നില്ല, കണ്ണിൽ കാണുന്ന ആൾക്കാരെ എല്ലാം വെടിവെക്കുകയായിരുന്നു. പക്ഷെ ഇവിടെ ഉണ്ടായിരിക്കുന്നത് എന്താണ്? ഇവിടെ ഒരു ചെറിയ കുട്ടി പറയുന്നത് കേട്ടു നോക്കൂ. ഹിന്ദുക്കളും മുസ്ലിങ്ങളും വെവ്വേറെ കൂട്ടമായിട്ട് നിൽക്കുക, എന്നിട്ട് അവിടെയുള്ള ആൾക്കാരോട് നിങ്ങളുടെ പേര് ചോദിക്കുന്നു. പേര് കൊണ്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ മതം ചോദിക്കുന്നു. ഇനി അഥവാ മതത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ പറഞ്ഞു, ഇതിനകത്തിൽ തന്നെ ചില സ്റ്റേറ്റ്മെന്റുകൾ വന്നിരുന്നു, ഹി ഡസന്റ് ലുക്ക് ലൈക്ക് എ മുസ്ലിം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ കലിമ ചൊല്ലാനായിട്ട് പറയുന്നു. അപ്പൊ ഇതൊന്നും തന്നെ സാധിക്കാതെ വരുന്ന ആൾക്കാർക്ക് നേരെ നിറയൊഴുക്കിയാണ്. എന്ത് തെറ്റാണ് അവർ ചെയ്തിരിക്കുന്നത്? ഇന്ത്യ എന്ന രാജ്യത്ത് ജനിച്ചതുകൊണ്ടോ, ഇവിടെ ജീവിച്ചതുകൊണ്ടോ, ഇന്ത്യൻ പൗരനായതുകൊണ്ടോ ഒരാൾ സ്വാഭാവികമായിട്ടും പാകിസ്ഥാന്റെ ശത്രു, വെടിവെച്ച് കൊല്ലാവുന്ന രീതിയിലത്തേക്കുള്ള ശത്രുവാകുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ മനുഷ്യത്വം തീരെയില്ലാത്ത അങ്ങേയറ്റം നെറികെട്ട ഒരു അധമ രാജ്യമാണ് ശത്രുവായിട്ടുള്ള ഒരു അയൽക്കാരനായി നമുക്കുള്ളത് എന്നുള്ളതാണ് എൻ്റെ വസ്തുത. അങ്ങനെയുള്ള ഒരു രാജ്യത്തിലെ ജനങ്ങളോട് നമ്മൾ മനുഷ്യത്വപരമായിട്ട് എല്ലായ്പ്പോഴും പെരുമാറണം എന്ന രീതിയിലത്തേക്കുള്ള ഒരു വൺ വേ ട്രാഫിക് ഇവിടെ നടക്കില്ലല്ലോ. അപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, ഏതൊരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലുള്ള ജനങ്ങളുടെ താല്പര്യം, അവരുടെ മനുഷ്യാവകാശങ്ങൾ അത് സംരക്ഷിക്കുക എന്നുള്ളതിന് പ്രതിജ്ഞാബദ്ധമാണ്. പാകിസ്ഥാനിലെ കാര്യം അവർ നോക്കണം. പാകിസ്ഥാനോട് നമ്മൾ പറഞ്ഞിരിക്കുന്നത് പോലും എന്താണെന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ അവർക്ക് ഓപ്ഷനാണ് കൊടുക്കുന്നത്. ക്രോസ് ബോർഡർ ടെററിസത്തിനെ നിങ്ങൾ പൂർണ്ണമായും ഇല്ലാതെയാക്കുക, അതിന് വേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക, വെള്ളത്തെ തടസ്സപ്പെടുത്തത്തില്ല. അപ്പൊ അതിന് ചെയ്യാനായിട്ട് അവർ പ്രതിജ്ഞാബദ്ധമാവുകയും അവരുടെ നാട്ടിലുള്ള, കേവലം വാക്കുകൊണ്ട് പറയുകയല്ല, മറിച്ച് അവരുടെ നാട്ടിലുള്ള ഇത്തരത്തിലുള്ള ടെററിസ്റ്റ് ക്യാമ്പുകൾ, ഈ ഭീകരവാദത്തിന്റെ വിത്ത് അല്ലെങ്കിൽ അതിനെ മുളപ്പിച്ചെടുക്കുന്ന, അതിനെ അടവെച്ച് വിരിയിക്കുന്ന ടെറർ ഫാക്ടറികളുണ്ട്. ഈ ഫാക്ടറികളെ പൂർണ്ണമായും ആ രാജ്യത്ത് നിന്ന് ഇല്ലാതാക്കുകയും ഇക്കൂട്ടരെ മുഴുവൻ നിയമത്തിന്റെ പരിധിയിലേക്ക് കൊണ്ടുവരികയും ഇവർക്ക് നൽകുന്ന സാമ്പത്തിക സഹായങ്ങളും മറ്റു തരത്തിലുള്ള സഹായങ്ങളും ട്രാൻസ്പോർട്ടേഷനും ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും സ്റ്റോപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ രാജ്യം സന്നദ്ധമാണ് എങ്കിൽ നമ്മൾ ഈ ബുദ്ധിമുട്ടിലേക്കൊന്നും പോവില്ല. അപ്പൊ അവർക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മൾ കൊടുത്തിരിക്കുകയാണ്. ഒന്നുകിൽ നിങ്ങൾക്ക് ടെററിസം എടുക്കാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് വെള്ളം എടുക്കാം. നേരത്തെ തന്നെ പറഞ്ഞിരുന്നല്ലോ, ഈ ചോരയും
പിന്നെ വെള്ളവും കൂടി ഒരുമിച്ച് ഒഴുകില്ല എന്ന രീതിയിലുള്ള ഒരു പ്രസ്താവന ഉണ്ടല്ലോ. അതെ. അപ്പൊ ചോര നിങ്ങൾക്ക് വേണമെങ്കിൽ ചോര ഒഴുകട്ടെ, വെള്ളമാണ് വേണ്ടതെങ്കിൽ വെള്ളം ഒഴുകട്ടെ, പക്ഷെ ഇനി രണ്ടും കൂടി ചേർന്ന് പോകില്ല എന്ന രീതിയിലത്തേക്കുള്ള അങ്ങേയറ്റം വിജയകരമായി നടപ്പാക്കാൻ കഴിയുന്ന ഒരു വാട്ടർ ഡിപ്ലോമസിയാണ്. അത് പ്രഖ്യാപിച്ച് ഉടനെ തന്നെ ഇന്ന് നോക്കൂ, ഡോൺ പത്രം ഞാൻ എടുത്ത് നോക്കി, അവരുടെ ഓൺലൈനായിട്ട് അവരുടെ പത്രം നമുക്ക് വായിക്കാൻ കിട്ടും. അത് എടുത്ത് നോക്കുമ്പോൾ അതിലുണ്ടായിരിക്കുന്ന ഒപ്പീനിയൻസ് മുഴുവനും വാട്ടർ ടെററിസം എന്ന് പറഞ്ഞിട്ടാണ്. ഈ കരാർ റദ്ദാക്കി കഴിഞ്ഞാൽ അത് പാകിസ്ഥാനെ എങ്ങനെ ബാധിക്കും, പാകിസ്ഥാന്റെ സുരക്ഷയെ എങ്ങനെ ബാധിക്കും, നാളത്തെ പാകിസ്ഥാനെ അത് എങ്ങനെയായിരിക്കും ഉണ്ടാക്കുക, 26 കോടി ജനങ്ങളെ ഇല്ലാതെയാക്കുന്ന, പാകിസ്ഥാന്റെ കാർഷിക രംഗത്തെ 80% ഇല്ലാതെയാക്കുന്ന നടപടിയാകും ഇത് എന്ന രീതിയിലത്തേക്കുള്ള ആശങ്കയുണ്ട്. ഇത് വളർന്നു വന്നു കഴിഞ്ഞാൽ നാളെ ഒരു സമയത്ത് പാകിസ്ഥാനിൽ ഒരു സിവിൽ വാർ ഉണ്ടാവില്ല എന്നാര് കണ്ടു? കാരണം അവിടെയുള്ള ആൾക്കാർക്ക് ജീവൻ നിലനിർത്തുകയാണോ മതതീവ്രവാദം നടത്തുക എന്നുള്ളതാണോ അവരുടെ ഫസ്റ്റ് ചോയ്സ്. അവിടെയുള്ള ആൾക്കാർ, പ്രത്യേകിച്ച് നമുക്കറിയാമല്ലോ, ഏതൊരു രാജ്യത്താണെങ്കിലും ഭൂരിപക്ഷം സമാധാനകാംക്ഷികളായിട്ടുള്ള ആൾക്കാർ തന്നെയായിരിക്കും. അവർക്കിനി അഥവാ എന്തെങ്കിലും തരത്തിലുള്ള ഇന്ത്യ വിരോധം ഉണ്ടെങ്കിൽ പോലും ഈ ഒരു സിറ്റുവേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? നിങ്ങൾ തീവ്രവാദം അവസാനിപ്പിക്കൂ, ഈ തീവ്രവാദം അവസാനിപ്പിച്ച് ഞങ്ങൾക്ക് ജീവൻ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള, ഞങ്ങളുടെ കുട്ടികളെ പട്ടിണിക്കിടാതെ ഇരിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം തരാനുള്ള മാർഗം നോക്കൂ എന്ന രീതിയിലത്തേക്ക് ആഭ്യന്തരമായിട്ടൊരു ഡിമാൻഡ് വന്നു കഴിഞ്ഞാൽ അത് പാകിസ്ഥാന് താങ്ങാൻ പോലും പറ്റുന്നതായിരിക്കില്ല. അപ്പൊ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇന്റർനാഷണൽ റാമിഫിക്കേഷൻസ് ഉൾപ്പെടെ, അതായത് ഇന്ത്യക്കെതിരെ ഈ രീതിയിലത്തേക്കുള്ള ഒരു ആക്രമണം നടത്തിയിരിക്കുന്നതിനെ അവരിപ്പോൾ ന്യായീകരിക്കുന്നില്ലേ? ഇപ്പൊ നമ്മൾ പല ആൾക്കാരുടെയും പ്രസ്താവനകൾ, അവരുടെ മന്ത്രിമാരുടെ പ്രസ്താവനകൾ, ഉപപ്രധാനമന്ത്രിമാരുടെ പ്രസ്താവനകൾ, ഇതൊക്കെ തന്നെ നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അവരുടെ പൊളിറ്റിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് മുഴുവനും, ഭരണപക്ഷത്തായിക്കോട്ടെ പ്രതിപക്ഷത്തായിരിക്കോട്ടെ, അവരെല്ലാവരും ഇന്ത്യ വിരുദ്ധമായിട്ടാണ് ചിന്തിക്കുന്നത്. പാകിസ്ഥാന്റെ പാർലമെന്റിന് 2 സഭകളുണ്ട്, നമ്മൾക്ക് ഉള്ളതുപോലെ തന്നെ. അതിലെ ഉപരിസഭയായിട്ടുള്ള സെനറ്റ് സംയുക്തമായിട്ടുള്ള ഒരു പ്രസ്താവന പാസ്സാക്കിയിട്ടുണ്ട്. അതിൽ ഭരണപക്ഷമുണ്ട്, ലീഡർ ഓഫ് ദി ഓപ്പോസിഷൻ ഉൾപ്പെടെ ഒപ്പിട്ടിരിക്കുന്ന ഒരു പ്രസ്താവന. ആ പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? കാശ്മീരി ജനതയ്ക്ക് സ്വയം നിർണയ അവകാശം ലഭ്യമാക്കാനുള്ള അവരുടെ നീതിപൂർണമായിട്ടുള്ള പോരാട്ടത്തിന് പാകിസ്ഥാൻ എല്ലാ കാലവും പ്രതിജ്ഞാബദ്ധമായിരിക്കുമെന്നാണ്. എന്ന് വെച്ചാൽ കാശ്മീർ സ്വതന്ത്രമാകണം, അവിടെയുള്ള ആൾക്കാർക്ക് സെൽഫ് ഡിറ്റർമിനേഷൻ പവർ ഉണ്ടായിരിക്കണം, അത് ഇന്ത്യ ഭരിക്കേണ്ടുന്ന ഒരു സ്ഥലമല്ല, അതിനു വേണ്ടിയിട്ട് ന്യായമായിട്ടുള്ള പോരാട്ടമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് വേണ്ടുന്ന രീതിയിലത്തേക്കുള്ള എല്ലാവിധ ധാർമ്മികമായിട്ടുള്ള, രാഷ്ട്രീയമായിട്ടുള്ള, നയപരമായിട്ടുള്ള പിന്തുണയും പ്രതിബദ്ധതയും ഞങ്ങൾ റീഅഫേം ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഞങ്ങൾ ഇതാ വീണ്ടും നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നടന്നിരിക്കുന്ന തീവ്രവാദത്തിനെ അപലപിക്കുന്നതിന് പകരം ആ തീവ്രവാദം എന്ന് പറയുന്നത് അവിടുത്തെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് എന്ന് പറയുന്നു. എന്ന് വെച്ചാൽ ലോകത്തിൽ ഇത് പറയുന്ന ഒരേ ഒരു രാജ്യം കാശ്മീരുമായി ബന്ധപ്പെട്ട് അത് പാകിസ്ഥാനാണ്. അതല്ലാതെ പറയുന്നത് തീവ്രവാദ സംഘടനയാണ്. ആ തീവ്രവാദ സംഘടനകളുടെ എല്ലാം കാലമർന്നിരിക്കുന്നത് പാകിസ്ഥാനിന്റെ മണ്ണിലുമാണ്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രമുള്ള റിക്വയർമെന്റ്, ആ റിക്വയർമെന്റിനെ ഒരു തീവ്രവാദ സംഘടന നടപ്പാക്കുമ്പോൾ പാകിസ്ഥാൻ എന്ന രാജ്യം അതിൽ അപലപിക്കുന്നതിന് പകരം അവർ പറയുകയാണ് സ്വാതന്ത്ര്യ സമര പോരാളികളല്ല അവിടെ വന്നതെന്ന് ആര് കണ്ടു? എന്ന് വെച്ചാൽ അവർ പറയുന്നത് കാശ്മീർ എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്ന് സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന പ്രവിശ്യയാണ്. അവിടെയുള്ള ആൾക്കാർക്ക് അവരുടേതായിട്ടുള്ള നൈതികതയുണ്ട്, അവരുടെ സ്വയം നിർണയ അവകാശമുണ്ട്, അവരുടേതായിട്ടുള്ള നിശ്ചയദാർഢ്യമുണ്ട്. അത് ഇന്ത്യ വിരുദ്ധതയാണ്. അപ്പൊ ആ ഇന്ത്യ വിരുദ്ധതയെ ഊട്ടി ഉറപ്പിക്കുന്ന രീതിയിലത്തേക്ക് അവരുടെ സെനറ്റ് തീരുമാനിക്കുകയാണ്. ഞാൻ പറയുന്നത് തിരിച്ചടിക്കണമെങ്കിൽ ഇത്രത്തോളം അധാർമികമായി ചിന്തിക്കുന്ന ഒരു അധമ രാജ്യമാണ് അയൽപ്പക്കത്തുള്ളത് എന്നതും അവരുടെ ഈ ഒരു പ്രസ്താവനയും ഇതിന് ധാരാളമല്ലേ? ഇതിന് പുറത്തല്ലേ മറ്റുള്ള മന്ത്രിമാരുടെ സ്റ്റേറ്റ്മെന്റുകൾ വന്നിരിക്കുന്നത്? അതായത് നോക്കൂ, ഞങ്ങൾ ഇതിനു മുമ്പ് പല രാജ്യങ്ങൾക്ക് വേണ്ടി ഇത്തരത്തിലുള്ള തീവ്രവാദം എന്ന ചേടിവേല ചെയ്തു കൊടുത്തിട്ടുണ്ട്. അമേരിക്കയ്ക്ക് വേണ്ടി ഈ ഡർട്ടി ബിസിനസ് 3 പതിറ്റാണ്ടായിട്ട് ഞങ്ങൾക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എന്നവർ പറയുകയാണ്. അപ്പൊ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ പരോക്ഷമായിട്ട് തന്നെ, പല കാര്യങ്ങളിലും പ്രത്യക്ഷമായിട്ട് തന്നെ ആ ഭരണ യന്ത്രം നിയന്ത്രിക്കുന്ന ആൾക്കാർ, നിയന്ത്രിക്കാൻ അവിടെ പ്രത്യേകിച്ച് യന്ത്രമൊന്നുമില്ല, മുഴുവൻ പട്ടിണിയാണെന്ന് നമുക്കറിയാം, എങ്കിൽ പോലും ആലങ്കാരികമായി പറഞ്ഞാൽ അത് നിയന്ത്രിക്കുന്ന ആൾക്കാർ മുഴുവനും അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണ്? ഇന്ത്യ വിരുദ്ധത. അവിടെ ഒരു പാക്കറ്റ് ഗോതമ്പ് പൊടി വാങ്ങാനായിട്ട് കഴിവില്ലാത്തവനും ഇന്ത്യ വിരുദ്ധത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാടി വരുന്ന ഘട്ടമാണെന്ന് നമുക്കറിയാം. അപ്പൊ ഇന്ത്യയിലെ ഒരു IPL എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോഷ് ക്രിക്കറ്റ് ലീഗ് നടക്കുന്നുണ്ടല്ലോ, അതിന് പകരമായിട്ട് പാകിസ്ഥാനിൽ ഒരു ലീഗ് നടക്കുന്നുണ്ടല്ലോ. അവിടെ വലിയ പ്രകടനം നടത്തുന്ന ആൾക്കാർക്ക് അവർക്ക് കൊടുക്കാൻ കഴിയുന്നത് ആ രാജ്യത്തിന്റെ സാമ്പത്തിക അവസ്ഥയെ കൃത്യമായി അടയാളപ്പെടുത്തുന്നുണ്ട്. ഈ ബിയേർഡ് ട്രിമ്മറാണ്, താടി വടിക്കാനുള്ള അല്ലെങ്കിൽ ട്രിം ചെയ്ത് നിർത്താനുള്ള ബിയേർഡ് ട്രിമ്മർ, ഹെയർ ഡ്രയർ. നമ്മുടെ നാട്ടിൽ 700 രൂപയ്ക്കും 600 രൂപയ്ക്കും കിട്ടുന്ന കാര്യമാണ് ഒരു കളിയിലെ മികച്ച താരമായിട്ട് വരുന്ന ആളിന് അവർ പാരിതോഷികമായിട്ട് കൊടുക്കുന്നത്. അപ്പൊ അത്രത്തോളം ദാരിദ്ര്യം അനുഭവിക്കുന്ന ആൾക്കാരുള്ള ഒരു രാജ്യമാണ്. ആ രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യത്തിനെ ഒന്നിച്ചു നിർത്തുന്ന ഒരേ ഒരു കാര്യം ഇന്ത്യ വിരുദ്ധതയാണ്, ഹിന്ദു വിരുദ്ധതയാണ്. ബീജാവാപത്തിൽ തന്നെ ഇന്ത്യ വിരുദ്ധതയും ഹിന്ദു വിരുദ്ധതയുമുള്ള ഒരു രാജ്യമല്ലേ പാകിസ്ഥാൻ? മതാടിസ്ഥാനത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു രാജ്യമല്ലേ? അതിനുശേഷം ഇന്നുവരെ ഇന്ത്യയുടെ അതിർത്തി മാന്താനായിട്ട് വരുന്നു എന്നതിനപ്പുറത്തേക്ക് എന്ത് നേട്ടമാണ് രാജ്യം ചെയ്തിട്ടുള്ളത്? നമ്മൾ പലപ്പോഴും പറയാറില്ലേ, ഇപ്പോ ചൈനയിൽ, ചന്ദ്രനിൽ അതിന്റെ അപ്പുറത്തെ സൈഡിൽ പോയി ലാൻഡ് ചെയ്ത സമയത്തുണ്ടായിരുന്ന ഒരു ട്രോളുണ്ട്.
പാകിസ്ഥാനെ കൃത്യമായിട്ട് സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ എവിടെയാണ്, പാകിസ്ഥാൻ എവിടെയാണ് എന്ന് അടയാളപ്പെടുത്തുന്ന ഒരു ട്രോൾ. ഇന്ത്യ ചന്ദ്രന്റെ അപ്പുറത്തെ ഭാഗത്ത് പോയി ലാൻഡ് ചെയ്തപ്പോൾ പാകിസ്ഥാൻ ഇപ്പോഴും കാശ്മീരിലേക്ക് കടക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാശ്മീരിലേക്ക് ലാൻഡ് ചെയ്യാനായിട്ടുള്ള ശ്രമമാണ് നടക്കുന്നത് എന്ന്. ആ രീതിയിലത്തേക്ക് ഇന്ത്യ വിരുദ്ധത മാത്രം പൊഴുങ്ങി തിന്നുകൊണ്ട് കഴിയുന്ന ഒരു രാജ്യമാണ് അവര്. അവർക്ക് അടി കൊടുക്കുക, ആ അടി കൊടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ബ്രോക്കൺ ആയിട്ടുള്ള ഒരു നേഷനോട് കൂടി, ഇത്രത്തോളം അധമമായിട്ടുള്ള ഒരു രാജ്യത്തിനോടൊപ്പം, ഇത്രത്തോളം സാമ്പത്തികമായി തകർന്ന, ഒരാൾക്കും 5 പൈസയുടെ പ്രയോജനം ഉണ്ടാക്കാൻ കഴിയാത്ത ഒരു രാജ്യത്തിനോട് കൂടി ചേർന്ന് നിൽക്കാനായിട്ട് വിവരമുള്ള ഭരണാധികാരികളുള്ള ഒരു ലോകരാഷ്ട്രവും തയ്യാറാവില്ല. അതുകൊണ്ട് തന്നെ അടിച്ചാൽ പാകിസ്ഥാന്റെ അവസാനത്തെ അടിയായിരിക്കും അത് എന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള തർക്കവുമില്ല. പക്ഷെ അവർക്ക് ബെഫറ്റിംഗ് ആയിട്ടുള്ള ഒരു റിപ്ലൈ, എല്ലാ ആൾക്കാർക്കും ഒരു സെൻസ് ഓഫ് ക്ലോഷർ കൊടുക്കുന്ന രീതിയിലത്തേക്ക് വളരെ ആസൂത്രണം ചെയ്ത് വളരെ കൃത്യമായി പ്രിസിഷൻ ടാർഗറ്റിംഗിൽ അത് കൊടുക്കാനായിട്ട് നമ്മുടെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനും നമ്മുടെ സൈനിക ലീഡർഷിപ്പിനും കഴിയും എന്ന് തന്നെയാണ് ഓരോ ഭാരതീയനും കരുതുന്നത്. ശ്രീ ആർ വി ബാബു, സമയം വളരെ പരിമിതമാണ്. പാകിസ്ഥാൻ പൗരത്വമുള്ളവരെയൊക്കെ നാട് കടത്താനാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ മുഖ്യമന്ത്രിമാരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഉണ്ടാവുമോ പാകിസ്ഥാൻ പൗരത്വമുള്ളവർ? പാകിസ്ഥാൻ പൗരത്വമുള്ള ആളുകൾ 102 പേര് കേരളത്തിലുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരം. അതിൽ 70ഓളം പേര് കണ്ണൂർ ജില്ലയിൽ മാത്രം ഉണ്ട് എന്നാണ്. അപ്പോൾ അതൊക്കെ കേരള സർക്കാർ കണ്ടുപിടിച്ച് പുറത്താക്കേണ്ടി വരും. ഇപ്പോൾ പിണറായി വിജയൻ CAA ഞങ്ങൾ നടപ്പാക്കില്ല എന്നൊക്കെ പറഞ്ഞ് വീരവാദം മുഴക്കുന്നുണ്ടെങ്കിലും ഇത്തരം കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ഇത്തരം ആളുകൾക്കൊന്നും ഇവിടെ നിലനിൽക്കാൻ പറ്റില്ല എന്നുള്ളത് വേറൊരു കാര്യം. ഇവിടെ ഞാൻ 1-2 കാര്യങ്ങൾ സേനാപതി വേണു പറഞ്ഞതിനോട് ഒന്ന് പ്രതികരിക്കേണ്ടതുണ്ട്. സേനാപതി വേണു പറയുകയുണ്ടായി, മതത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല ഇതിനെ കാണേണ്ടത് എന്ന്. മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ മതം നോക്കി കൊലപ്പെടുത്തുന്ന ആ ഭീകരതയെ മതഭീകരത എന്നല്ലാതെ മറ്റെന്ത് പേരിട്ടാണ് വിളിക്കുക? അപ്പോൾ യുക്തിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ചിന്തിച്ചാൽ ഇത് ആർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. എത്ര വെള്ള പൂശിയെടുക്കാൻ ശ്രമിച്ചാലും അതിനെ നമുക്ക് അതല്ലെന്ന് പറയാൻ പറ്റില്ല. മതമാണ് അതിൻ്റെ അടിസ്ഥാന കാരണം. മതം ഇവിടെ ഞാൻ ചോദിക്കട്ടെ, ഈ രാമചന്ദ്രൻ ഒരു മുസ്ലിം ആയിരുന്നു എന്നുണ്ടെങ്കിൽ രാമചന്ദ്രൻ ഇന്ന് ജീവിച്ചിരിക്കുമായിരുന്നില്ലേ? രാമചന്ദ്രൻ ഹിന്ദു ആയതുകൊണ്ടല്ലേ കൊല്ലപ്പെട്ടത്. അപ്പം അതിൻ്റെ പിന്നിൽ മതമല്ലേ അതിൻ്റെ താല്പര്യം. ആ മതം താല്പര്യത്തോട് കൂടിയിട്ട് രാമചന്ദ്രനെ കൊല്ലുന്നത് ആവുമ്പോൾ അതിനെ മതഭീകരത എന്നല്ലാതെ മറ്റെന്ത് പേരിലാണ്, നിങ്ങൾ എന്ത് പേര് പറഞ്ഞിട്ടാണ് വിളിക്കാൻ ശ്രമിക്കുന്നത്? നമ്മളാരും പറഞ്ഞിട്ടില്ല എല്ലാ മുസ്ലിങ്ങളും ഭീകരവാദികളാണെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അവിടെ ഇപ്പോൾ ഇവിടെ കാശ്മീരിൽ തന്നെ ആദിൽ ഷാ എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ കൊല്ലപ്പെട്ടു. ആദിൽ ഷാ എന്തിനു പേരിലാണ് കൊല്ലപ്പെട്ടത്? 26 പേരിൽ ഒരാൾ മുസ്ലിമാണ്. എന്തിൻ്റെ പേരിലാണ് കൊല്ലപ്പെട്ടത്? അവിടെ തീവ്രവാദികൾക്കെതിരായിട്ട് അയാൾ പ്രതിരോധിച്ചപ്പോഴാണ്. അങ്ങനെയുള്ള മുസ്ലിങ്ങളുണ്ടെന്ന്. ഇപ്പം ഇന്നലെ പട്ടാളത്തിൻ്റെ ആക്ഷനിൽ ഒരു മുസ്ലിം പട്ടാളക്കാരനാണ്, നമ്മുടെ ഭാരതത്തിലെ ഒരു മുസ്ലിം പട്ടാളക്കാരൻ മുസ്ലിം ആയിട്ടുള്ള ആളാണ് കൊല്ലപ്പെട്ടത്. ദേശീയവാദികളായിട്ടുള്ള ദേശാഭിമാനികളായിട്ടുള്ള ഒട്ടനവധി മുസ്ലിങ്ങളുണ്ട്. ഇന്ന് വെള്ളിയാഴ്ച കുത്തുബ പ്രസംഗം കഴിഞ്ഞ് ഹൈദരാബാദിലെ മുസ്ലിങ്ങൾ തെരുവിലിറങ്ങിയിട്ട് പാകിസ്ഥാൻ മുർദാബാദ് എന്ന് വിളിച്ചുകൊണ്ട് പ്രകടനം നടത്തുന്നത് കണ്ടു. മുസ്ലിങ്ങളിൽ ദേശീയവാദികളായിട്ടുള്ള മുസ്ലിങ്ങളുണ്ടെന്ന് ആരാണ് ഇല്ലെന്ന് പറഞ്ഞത്? പക്ഷേ ഭീകരവാദികളായിട്ടുള്ള മുസ്ലിങ്ങളെ നിങ്ങൾ എന്തിനു ന്യായീകരിക്കുന്നു? നിങ്ങൾ എന്തിനാ അവർക്ക് വേണ്ടി നിലകൊള്ളുന്നു? അവരെ ഇസ്ലാമിക ഭീകരവാദികൾ എന്നുകൊണ്ട് നിങ്ങൾക്ക് പറയാൻ മടിക്കുന്നു. ഇത് മുസ്ലിം സമുദായത്തിന് മൊത്തം അപകടം വരുത്തുന്ന ഈ ഇസ്ലാമിക ഭീകരതയെ നിങ്ങൾ എന്തുകൊണ്ട് തള്ളിപ്പറയാതിരിക്കുന്നു? അവിടെയാണ് ഞങ്ങളുടെ ചോദ്യം. ഇവിടെ ഇസ്ലാമിക ഭീകരവാദം എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് എന്ന് തിരിച്ചറിയാതെ അതിനെ മൂടി വയ്ക്കാൻ ശ്രമിച്ചിട്ട് യാതൊരു പ്രയോജനമില്ല. അത് നിങ്ങളെയും കൊണ്ടേ പോകൂ. അത് യാഥാർത്ഥ്യമാണ്. ഇപ്പൊ ഇവിടെ അനിൽ നമ്പ്യാർ ചോദിച്ചു ഹിന്ദുത്വ ഭീകരത എന്ന് നിങ്ങൾ വിളിച്ചതെന്ന്. അതിന് സേനാപതി വേണുവിന് മറുപടി ഉണ്ടായോ? കാവി ഭീകരത, സഫ്രോൺ ടെററിസം, ഹിന്ദു ഭീകരത എന്ന വാക്ക് കൊണ്ടുവന്നത് കോൺഗ്രസ് നേതാക്കന്മാരല്ലേ? ചിദംബരമല്ലേ? സുശീൽ കുമാർ ഷിൻഡെയല്ലേ ഹിന്ദു ഭീകരത എന്ന് ഉപയോഗിച്ചത്? അപ്പൊ ഹിന്ദു ഭീകരത ശരിയും ഇസ്ലാമിക ഭീകരത തെറ്റുമാണോ? അല്ലെങ്കിൽ അങ്ങനെ പറയാൻ പാടില്ല, ഇസ്ലാമിക ഭീകരത എന്ന് പറയാൻ പാടില്ല, ഹിന്ദു ഭീകരത എന്ന് പറയാം. നിങ്ങൾ പറഞ്ഞവരല്ലേ, നിങ്ങളുടെ നേതാക്കന്മാരത് ഉപയോഗിച്ചവരല്ലേ? അപ്പോൾ ഇസ്ലാം പ്രതിരോധത്തിലാകുമ്പോൾ ഇസ്ലാമിനെ രക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ ഇതിനെയൊക്കെ മറച്ചു പിടിക്കാൻ തയ്യാറാവുന്നു. നിങ്ങളുടെ നേതാക്കന്മാരത് മറച്ചു വയ്ക്കുന്നു. അപ്പോൾ ഇത് കാപട്യമാണ്. ഈ കാപട്യം ജനങ്ങൾ തിരിച്ചറിയും സേനാപതി വേണു. അതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന മതഭീകരവാദത്തോടൊപ്പം നിൽക്കുന്ന സമീപനം തിരുത്തിയില്ല എങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സേനാപതി വേണു പറഞ്ഞു ഭാരതത്തില് ഞങ്ങളുടെ പാർട്ടിക്കകത്ത് ഭൂരിപക്ഷവും ഹിന്ദുക്കളാണ്. സ്വാഭാവികമാണ്. 80% ഹിന്ദുക്കളുള്ള നാട്ടിൽ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും ഭൂരിപക്ഷം ഹിന്ദുക്കളായിരിക്കും, മുസ്ലിം ലീഗിൽ ഒഴിച്ച്. അതിലെന്താ ഇത്ര അത്ഭുതമുള്ളേ? അപ്പോൾ എന്തിനാണ് ഇത്തരത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഇത്തരം പ്രസ്താവനകളുമായിട്ട് രംഗത്ത് വരുന്നത്? ഞാൻ ചോദിക്കുന്നത്, സേനാപതി വേണു, നിങ്ങളുടെ
കോൺഗ്രസോ അതല്ലെങ്കിൽ മുസ്ലിം ലീഗോ ഇപ്പോൾ ഈ കാശ്മീരിലുണ്ടായ ഭീകരവാദത്തിനെതിരായിട്ട് ഇപ്പോൾ പാലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനം നടത്തി മുസ്ലിം ലീഗ് എത്ര വട്ടം നടത്തി? 3-4 വട്ടം. ഭീകരവാദത്തിനെതിരായിട്ട് മുസ്ലിം ലീഗ് നടത്തിയിട്ടുള്ള ഒരു വൻ സമ്മേളനത്തെക്കുറിച്ച് ഒന്ന് ചൂണ്ടിക്കാണിക്കാമോ? കാശ്മീരിലെ ഭീകരവാദത്തിനെതിരായിട്ട്, കാശ്മീരിലെ ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്തതിനെതിരായിട്ട്, കാശ്മീരിലെ ഹിന്ദുക്കളെ കാശ്മീരിൽ നിന്നും അടിച്ചോടിച്ചതിനെതിരായിട്ട്, ഇന്ത്യയിൽ നടമാടിയ ഒട്ടനവധി ഭീകരവാദ പ്രവർത്തനങ്ങൾക്കെതിരായിട്ട് മുസ്ലിം ലീഗ് നടത്തിയ ഒരു സമ്മേളനത്തിന്റെ പേര് പറയാമോ? ഒന്ന് പറയാമോ? ചില പ്രസ്താവനകൾ ഇന്ന് നടത്തും, 2 വരി പ്രസ്താവനയിൽ ഒതുക്കും. അതിനപ്പുറത്തേക്ക് എന്ത് നടപടിയാണ് മുസ്ലിം സംഘടനകളുടെ ഭാഗത്ത് നിന്ന് നാളെ വരെ ഉണ്ടായിട്ടുള്ളത്? പാലസ്തീന്റെ ഐക്യദാർഢ്യ സമ്മേളനം എത്ര എണ്ണം നടന്നു? നമ്മൾ കണ്ടതല്ലേ. എവിടെ പോയി? അപ്പൊ ഇതെല്ലാം കാപട്യമാണ്. ഈ കാപട്യം തിരിച്ചറിയാൻ ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഇന്ന് കഴിയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒറ്റപ്പെടും സേനാപതി വേണു. നിങ്ങളുടെ കാപട്യം ജനങ്ങൾ തിരിച്ചറിയുക തന്നെ ചെയ്യും. ഓക്കെ, സേനാപതി വേണു പെട്ടെന്ന് മറുപടി. ഞങ്ങൾ ഒറ്റപ്പെടുന്ന കാര്യത്തെ കുറിച്ചൊന്നും RV ബാബു ഒന്ന് അൺമ്യൂട്ട് ചെയ്യണം. ശബ്ദം വരുന്നില്ല. അല്ല, ഞങ്ങൾ ഒറ്റപ്പെടുന്ന കാര്യത്തെ കുറിച്ചോ അല്ലെങ്കിൽ ഞങ്ങള് എന്താ പറഞ്ഞ ഇല്ലായ്മ ആകുന്നതിനെ കുറിച്ചൊന്നും RV ബാബു ബുദ്ധിമുട്ടേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ RV ബാബുവിന്റെ പാർട്ടിയും മറുപടി പറയേണ്ട ഒരു കാര്യമുണ്ട്. അതായത് കശ്മീരിലെല്ലാം ശാന്തമാണ്, ഇനി ഒരിക്കലും അവിടെ ഭീകരവാദം ഉണ്ടാവില്ല എന്ന നിങ്ങളുടെ ഗവൺമെന്റിന്റെ ഉറപ്പിലാണ് ഈ സാധുക്കൾ മുഴുവൻ കശ്മീർ സന്ദർശനത്തിന് പോയത്. ആ സന്ദർശനത്തിന് പോയ ആളുകൾ എത്തുന്ന പഹൽഗാമിൽ മൊബൈൽ റേഞ്ച് പോലും ഇല്ലാത്തടത്ത് ഒരു ചൂരവടിയായിട്ട് ഒരു പോലീസുകാരനെ നിങ്ങൾ നിർത്തിയിരുന്നു. സേനാപതി വേണു, ബാബു, ഞാൻ അങ്ങ് പറഞ്ഞില്ല. കേക്കൂ, ഞാനത് മുന്നണിപ്പെട്ട ആളവിടെ ഭരിക്കുന്നേ. ഞാൻ അങ്ങ് സംസാരിച്ചപ്പോൾ ഞാനത് മുഴുവൻ കേട്ടു. പക്ഷേ കശ്മീരിന്റെ ക്രമസമാധാന നില ചുമതല കേന്ദ്ര ഗവൺമെന്റ്, അത്രയും ടൂറിസ്റ്റുകൾ വന്ന ആ പ്രദേശത്ത് ചൂരവടിയായിട്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ പോലും നിർത്താതെ അല്ല, അതിന് മറുപടി ഇന്ത്യയിലെ ജനങ്ങളോട് നിങ്ങൾ പറയണം സാർ. ഒരു സംശയവും വേണ്ട. ഇത്രയും ഭീകരന്മാര് വിഹരിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പോലും ഒരു സെക്യൂരിറ്റി നടപടികളുമായിട്ട് അവിടെ ഇല്ല എന്നുള്ളത്, അത് മൊബൈൽ റേഞ്ച് പോലീസ് ഒമറിന്റെ കീഴിലാ. അല്ല, പോലീസ് അല്ലല്ലേ അവിടുത്തെ അതിർത്തി. പണ്ട് മോദി ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിർത്തി പോലീസ് അല്ല, ആർമി നിങ്ങളുടെ, എയർഫോഴ്സ് നിങ്ങളുടെ, എന്തുകൊണ്ട് ഈ അമിത്ഷാ എന്താ പറഞ്ഞറിയാമോ? സേനാപതി അങ്ങയുടെ ചോദ്യത്തിന് മറുപടിയാണ്. അമിത്ഷാ എന്താ പറഞ്ഞറിയാമോ? സേനാപതി അങ്ങയുടെ അങ്ങൊന്ന് കേൾക്കൂ. ടൂറിസ്റ്റുകൾ കടന്നു വരുന്ന പ്രദേശത്ത് അവിടുത്തെ സേനാപതിക്ക് അറിയാം. ഇല്ലെങ്കിൽ അവരോട് വഴി പറഞ്ഞു കൊടുക്കാൻ വരും ഏതെങ്കിലും ഒരു പോലീസ് ചുമതലക്കാരനായിട്ട് അവിടെ ഉണ്ടായിരുന്നില്ല എന്ന വീഴ്ച കൂടി, ആ സുരക്ഷാ വീഴ്ച കൂടി നീക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങ് ഈ കാര്യത്തിൽ അസ്വസ്ഥനായതുകൊണ്ട് കാര്യമില്ല. ആ സുരക്ഷാ വീഴ്ച അത് കൃത്യമായിട്ടും അത് സ്വീകരിച്ചേ മതിയാവൂ. ഇന്നലത്തെ സർവകക്ഷി യോഗത്തില് ഈ ആരോപണം ഉന്നയിച്ചു. എന്താ മറുപടി പറഞ്ഞത്? ഗവൺമെന്റ് ഗവൺമെന്റ് ഈ പഹൽഗാമിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരും അല്ലെങ്കിൽ ആർമിക്കാരും സേനാപതി വേണു അങ്ങ് പറയണത് കേൾക്കൂ. അതായത് ഇന്നലത്തെ സർവകക്ഷി യോഗത്തിൽ ഈ ആരോപണം പ്രതിപക്ഷ കക്ഷികൾ ഉന്നയിച്ചല്ലോ. എന്തായിരുന്നു മറുപടി കിട്ടിയത്? മിണ്ടാട്ടം മുട്ടിയല്ലോ. എന്താ കാരണം? കാശ്മീർ ഗവൺമെന്റ് യഥാർത്ഥത്തിൽ അവിടുത്തെ സീസൺ തുടങ്ങേണ്ടത് ജൂൺ മുതൽ തുടങ്ങേണ്ട സീസൺ ജനങ്ങൾക്ക് പഹൽഗാം ഏരിയയിലേക്ക് ജനങ്ങളുടെ ടൂറിസ്റ്റ് സമയം എന്ന് പറയുന്നത് അവിടുത്തെ സീസൺ തുടങ്ങുന്നത് ജൂണിലാണ് തുറന്നു കൊടുക്കാറ്. അവിടെ തുറന്നു കൊടുത്ത വിവരം പട്ടാളത്തെയും സെൻട്രൽ ഗവൺമെന്റിനെ അറിയിക്കാതെയാണ് അവിടുത്തെ ടൂറിസം ഏർപ്പാട് നടത്തിയിട്ടുള്ളത്. ആ കാര്യമാണ് ഇന്നലെ അമിത്ഷാ പറഞ്ഞത്. അതിന് മറുപടി ഉണ്ടായിരുന്നില്ല സേനാപതി വേണു, അതിന് മറുപടി ഉണ്ടായിരുന്നില്ല. നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം. സേനാപതി വേണു, സമയം അതിക്രമിച്ചിരിക്കുന്നു. ആമുഖത്തിൽ പറഞ്ഞതുപോലെ ദിൽ മാംഗേ മോർ, അതായത് ഹൃദയം ആഗ്രഹിക്കുന്നതിന് അപ്പുറത്തുള്ള നടപടിയാണ്, ഒരു തിരിച്ചടിയാണ്, പ്രത്യാക്രമണമാണ് ഓരോ ഭാരതീയനും പ്രതീക്ഷിക്കുന്നത്. ജനറൽ ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദിയൊപ്പം പേര് ചേർക്കും.